Hello everyone, welcome back to another mega live session. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഇംഗ്ലീഷിൻ്റെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൻ്റെ മെഗാ ലൈവ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പേപ്പറിലോട്ട് പോവാണ്, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോർ പേപ്പറാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ലിറ്ററേച്ചറുകാരിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പേപ്പറിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മീഡിയ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണ സ്റ്റോറീസും നോവൽസും പോയംസ്, ഡ്രാമ, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പേപ്പർ കോർ പേപ്പറായിട്ട് വരികയാണ്. അപ്പം അത് നമുക്ക് ചിലർക്കെങ്കിലും ആ ഒരു പേപ്പർ പഠിക്കാൻ കുറച്ച് എന്തായിരിക്കും, ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് ഈ ഒരു മെഗാ ലൈവിലൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. നമുക്ക് ഇനിയും എക്സാമിന് സമയമുണ്ട്. അപ്പം നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോ ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് കുറച്ചൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ 6 ബ്ലോക്കുകളും 30 യൂണിറ്റ്സുകളും നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. കുറച്ച് വാസ്റ്റ് പേപ്പർ തന്നെയാണ്. സോ ഇപ്പോൾ ഈ ഒരു പേപ്പറിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിട്ടിക്കലി അനലൈസ് ഇറ്റ്സ് കോർ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഇൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻ. സോ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ മീൻസ് transmitting knowledge or concept or any other information or message to one person to another അല്ലേ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡിയാസും നോളജും കോൺസെപ്റ്റും എല്ലാം എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ at its core, the process involves sending a message over a channel from source to a target audience അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് മീൻസ് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. സോ ആ ഒരു സെൻറ്റർ ഒരു ചാനലിലൂടെ അവർക്ക് പറയാനുള്ള മെസ്സേജ് എന്തിലോട്ട് എത്തിക്കുന്നു, അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കുന്നു അല്ലേ. ദെൻ the term is derived from the Latin word communicare. ഇപ്പോൾ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ ഒരു ടേം എടുത്തിട്ടുള്ളത്. ദെൻ ആൻഡ് മീനിങ് ടു ട്രാൻസ്മിറ്റ്, ഇമ്പാക്റ്റ് ഓർ കൺവേ. സോ ഇപ്പോൾ എന്താണ് കമ്മ്യൂണിക്കെയറിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റ്, ഇമ്പാക്റ്റ് ഓർ കൺവേ എന്നുള്ളതാണ് കമ്മ്യൂണിക്കെയർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദെൻ സ്കോളേഴ്സ് ഓഫർ വേരിയസ് ഡെഫിനീഷൻസ്. ഒരുപാട് ഡെഫിനീഷൻസ് സ്കോളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷന് തന്നെ. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് അലൻ ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ് ഇൻവോൾവിങ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, വൈൽ പീറ്റർ Little emphasizes it as a process of resulting in an understanding response. അപ്പോൾ അലൻ പറഞ്ഞത് എന്തായിരുന്നു, ലൂയിസ് അലൻ പറഞ്ഞത് എന്തായിരുന്നു, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ് അല്ലേ. ഇതെന്താണെന്നാ പറഞ്ഞത്, ഒരു ബ്രിഡ്ജ് ഓഫ് മീനിങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻ മീനിങ്സിനെ കണക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഈ 3 പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. സോ നെക്സ്റ്റ് പീറ്റർ ലിറ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പീറ്റർ ലിറ്റിൽ എംഫസൈസ് ഇറ്റ് ആസ് എ പ്രോസസ് റിസൾട്ടിങ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡിങ് റെസ്പോൺസ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, ഒരു
അണ്ടർസ്റ്റാൻഡിങ് റെസ്പോൺസിനെ ബേസ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. അങ്ങനെ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ then essentially it is an exchange of ideas, facts or emotions between two or more persons അല്ലേ. ഒന്നോ അതിലധികമോ പേഴ്സൺ തമ്മിലുള്ള ഇമോഷൻസും ഐഡിയാസും ഫാക്ട്സും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷനിൽ ഹാപ്പൻ ചെയ്യുന്നത്. then the features of communication highlights that it is more than just the delivery of information. so ഇനി കമ്മ്യൂണിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. ബിയോണ്ട് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാസ് പർപ്പസ്. First, communication is only considered complete and logical when the receiver understands the message being conveyed. So, ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണത് എഫക്റ്റീവ് ആവുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് റിസീവർ ആ ഒരു മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ റിസീവർ എന്ത് ചെയ്യാണ്, അത് കൺവേ ചെയ്യുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ആൻഡ് ഇറ്റ് പ്രസൻസ് എ ട്രാൻസ്ഫർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സോ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ടിപ്പിക്കലി എ ടു വേ ഇൻ്ററാക്ഷൻ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടു വേ ഇൻ്ററാക്ഷൻ ആണ് അല്ലേ. സോ അവിടെ എന്തുണ്ടായിരിക്കണം, ഫീഡ്ബാക്കുകൾ ഉണ്ടായിരിക്കണം. സോ ആ ഫീഡ്ബാക്കുകൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത്. സോ വേർ ദ സെൻഡർ റിസീവ്സ് എ റിയാക്ഷൻ ഫ്രം ദ റെസിപ്പിയൻറ്റ്. സോ റെസിപ്പിയൻറ്റിൽ നിന്നും സെൻഡറിന് എന്ത് കിട്ടണം, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ എന്ത് ചെയ്യണം, കിട്ടണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, the third, it is purpose driven, aiming to elicit a specific response such as subordinate following a superior's order. സോ തേർഡ് എന്ന് പറയുന്നത് പർപ്പസ് ഡ്രിവൺ ആയിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ. സോ ഒന്ന് നമ്മൾ പറഞ്ഞു ഒരു ടു വേ ഇൻ്ററാക്ഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം, അവിടെ റിസീവർക്ക് മനസ്സിലാവണം, ലോജിക്കൽ ആയിരിക്കണം. ദെൻ ടു വേ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ തേർഡ് പറഞ്ഞത് എന്തായിരുന്നു, ദാറ്റ് ഈസ് പർപ്പസ് ഡ്രിവൺ അല്ലേ. അതായത് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ സംസാരിക്കുക. ഇപ്പോൾ സബോർഡിനേറ്റിനോട് സുപ്പീരിയേഴ്സ് ചെയ്യുന്ന ഓർഡേഴ്സ്, സോ അതൊരു പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് അറ്റ്ലീസ്റ്റ് ടു ഇൻഡിവിജ്വൽസ്, എ സെൻഡർ ആൻഡ് റെസിപ്പിയൻ. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് റെസിപ്പിയൻസ് എങ്കിലും അവിടെ രണ്ട് പേര് അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് ഒന്ന് സെൻഡറും ഒന്ന് റെസിപ്പിയൻസുമാണ്. ദെൻ beginning with the sender's message and concluding only when the recipient responds. So ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സെൻഡറിൻ്റെ മെസ്സേജിലൂടെയാണ് അല്ലെങ്കിൽ സെൻഡർ പറയാൻ പോകുന്ന കാര്യത്തിലൂടെയാണ്. ദെൻ നെക്സ്റ്റ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റഡ് ആവുന്നത്, വെൻ ദ റെസിപ്പിയൻറ്റ് ഓർ ദ റിസീവർ റെസ്പോൺസ് ടു ദ സെൻറ്റർ അല്ലേ. സെൻറ്ററിനോട് എന്ത് ചെയ്യിക്കണം, റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആവുന്നത്. സോ ഇനി കമ്മ്യൂണിക്കേഷൻ 3 ഫങ്ഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സെർവ്സ് 3 പ്രൈമറി ഫങ്ഷൻസ്. 3 പ്രൈമറി ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ടു ഇൻഫോം. എന്താണ്, ടു ഇൻഫോം അല്ലേ, എന്തിനാ, നമ്മളെ ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ദ പ്രൈമറി പർപ്പസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ഇസ് ടു ഇൻഫോം. സോ അതായത് കൺവേയിങ് ഇൻഫോർമേഷൻ വെർബലി ഓർ നോൺ വെർബലി through various medias like newspaper, radio and the internet. So inform എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് പറയാം, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസ് നോൺ വെർബലിയും വെർബലിയും നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ അത് നമുക്ക് പല മീഡിയാസിലൂടെ നമുക്ക് കൊടുക്കാം. ന്യൂസ് പേപ്പർ, റേഡിയോ, ഇൻ്റർനെറ്റ്, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് പേഴ്സ്യൂഡ് ആണ്. ടു പേഴ്സ്യൂഡ് അല്ലേ, ആളുകളെ പേഴ്സ്യൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ അതായത് ഇൻഡിവിജ്വൽസിനെ കൺവിൻസ് ചെയ്യിക്കാം. അതായത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് എന്ത് ചെയ്യാം, ഓരോ ഇൻഡിവിജ്വൽസിനെയും അത് അവരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യിക്കണം ദാറ്റ് വാസ് റൈറ്റ് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് പെർസ്യൂഷൻ. ദെൻ ടു മോട്ടിവേറ്റ്.
സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു മോട്ടിവേറ്റ് ആണ്. ഇറ്റ് എൻഹാൻസസ് മോട്ടിവേഷൻ ബൈ സെറ്റിംഗ് ക്ലിയർ ഒബ്ജക്റ്റീവ്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ഓൺ പ്രോഗ്രസ് ആൻഡ് റെക്കഗ്നൈസിങ് പോസിറ്റീവ് ബിഹേവിയർ ത്രൂ റിവാർഡ്സ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യുക, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു എന്തെന്ന് പറയുന്നത് എയിം എന്ന് പറയുന്നത്. സോ മോട്ടിവേഷൻസ് അവരിൽ എന്ത് ചെയ്യുക, ആളുകളിൽ ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്കുകൾ കൊടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോഗ്രഷന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ദെൻ അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വാസ് എ സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ എക്സിസ്റ്റൻസ് അല്ലേ. ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്താണ്, ഇൻട്രാക്ഷനാണ് അല്ലേ, കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ സോ ദാറ്റ് ദ മീനിങ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസ് ക്യാൻ ഒക്കെ. അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്തിനു പ്രൊവൈഡ് ചെയ്യുന്നു, നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് എക്സ്ചേഞ്ചിന് എന്ത് ചെയ്യുന്നുണ്ട്, പോസിബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ എന്താണ്, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് എക്സാമിൻ ഡേവിഡ് ബെർലോസ് SMCR model and explain how each element contribute to the effectiveness of the communication process. So ഡേവിഡ് ബെർലോയുടെ SMCR മോഡലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ SMCR മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ദെൻ എങ്ങനെയാണ് അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ അപ്പോൾ എന്താണ് ഡേവിഡ് ബെർലോയുടെ SMCR മോഡൽ എന്ന് പറയുന്നത്. സോ ഈ 4 എലമെൻസിലൂടെ, അതായത് SMCR അല്ലേ, 4 എലമെൻസുകൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു 4 എലമെൻസിലൂടെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ അതിൽ S എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ ആണ് അല്ലേ. എന്താണ്, സെൻറ്റർ ആണ്. സോ സെൻറ്റർ മീൻസ് എ പേഴ്സൺ ഹു സെൻഡ്സ് ദ മെസ്സേജ് അല്ലേ. ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. സെൻറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, എൻകോഡ് ചെയ്യുന്നത് മെസ്സേജ്, അതായത് മെസ്സേജ് പാസ് ചെയ്യുന്നത്. ദെൻ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് എന്തുണ്ടായിരിക്കണം, സെൻറ്ററിന് നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കണം. അതായത് സെൻറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് മെസ്സേജ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതായത് ഈ ഒരു സെൻറ്റർ പറയുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഐഡിയ, അതിനെയാണ് നമ്മൾ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് C, ദാറ്റ് ഈസ് ദ മീഡിയം, അതായത് ചാനലാണ് നെക്സ്റ്റ് വരുന്നത്. സോ ചാനൽ C, ദ മീഡിയം ത്രൂ വിച്ച് ദ മെസ്സേജ് ഈസ് സെൻഡ്. അതായത് ഈ മെസ്സേജ് ഏത് മീഡിയത്തിലൂടെയാണോ സെൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീഡിയം എന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പീക്കിംഗ്, റൈറ്റിംഗ്, ഫോൺ കോൾസ് ആയിരിക്കാം, ടെലിവിഷൻസിലൂടെ, സോഷ്യൽ മീഡിയ, ഇതിലൂടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ലെറ്റർ എഴുതിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ റൈറ്റിംഗ് ആണ്, ആ ലെറ്ററാണ് അതിൻ്റെ റൈറ്റിംഗ് ആണ് അതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ദ സെൻസസ് സച്ച് ആസ് ഹിയറിംഗ്, സീയിങ്, ടച്ചിങ് എക്സെട്ര. ഇനി കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഹിയറിങ്ങിലൂടെ, സീയിങ്ങിലൂടെ, അതുപോലെ തന്നെ ടച്ചിങ്ങിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ സെൻഡർ, മെസ്സേജ് ആൻഡ് ചാനൽ. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് R, ദാറ്റ് ഈസ് റിസീവർ അല്ലേ. റിസീവർ ആണ്. സോ ദ പേഴ്സൺ ഹു റിസീവ്സ് ദ മെസ്സേജ്, ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത് അല്ലേ. സോ റിസീവർ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെസ്സേജിനെ, അതായത് സെൻഡർ പറഞ്ഞിട്ടുള്ള മെസ്സേജിനെ ഡീകോഡ് ചെയ്യുന്നത് ആരാണ്, ദാറ്റ് ഈസ് ദ റിസീവർ. ആൻഡ് ദെയർ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിസീവറിൻ്റെ നോളജും ആറ്റിറ്റ്യൂഡും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസീവർക്ക് ആ ഒരു സെൻഡർ പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി അക്യൂർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ then moving on to the next question, that is compare and contrast the different types of communication, focusing on the evolution from personal interaction to mass dissemination. So different types of communication ആണ് എന്ത് ചെയ്തിട്ടുള്ളത്,
ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈലും ഫങ്ഷനെയും അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷന് വേരിയസ് കാറ്റഗറീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ് അല്ലേ. നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ ടു അസ് ഓർ കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ സെൽഫ്. സോ ഇത് ഒരു ഇൻറ്റേർണൽ പ്രോസസ് ആണ് ആക്ച്വലി ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ സെൽഫ് ടോക്സ്, അതുപോലെ വിഷ്വലൈസേഷൻ, മെമ്മറി, റീസണിങ്, ഇതൊക്കെ എന്തെങ്കിലും ഉൾപ്പെടുന്നുണ്ട്, ഈ ഒരു ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ആൻഡ് then it is transactional in nature, as an individual essentially communicate with themselves before externalizing message to others. So നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോടായിരിക്കും പറയേണ്ടി വരിക. അപ്പോൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മളോട് തന്നെ അത് പറയുകയാണെങ്കിൽ അതിനെയും നമ്മൾ എന്താണ് പറയുന്നത്, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇതൊരു ഇൻറ്റേർണൽ ഡയലോഗാണ്. സോ അത് നമ്മൾ ഒരു വ്യക്തിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻറ്റേർണൽ ഡയലോഗ് പോകുന്നത് എന്നുള്ളതാണ്. ദെൻ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലേ, നമ്മൾ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു റെലുക്റ്റൻസ് കാണിക്കുകയാണെങ്കിൽ, സോ ആ ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവരോട് തന്നെ ആദ്യം എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. സോ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഒരാൾ മറ്റൊരാളോട് ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, സോ ഇത് ഫോമൽ ആൻഡ് ഇൻഫോമൽ കോണ്ടെക്സ്റ്റിൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഫോമൽ പീരിയഡ് അല്ലെങ്കിൽ ഫോമൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. ഇനി ഇൻഫോർമലായിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ സംസാരിക്കുന്ന സമയത്തും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ ആണ്. അതായത് നമ്മൾ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സിനോടെല്ലാം നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ ഫാമിലിയിലെ ആളുകളോട്, നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. Then effective interpersonal skills are vital for building healthy relationship and displaying leadership and demonstrating emotional intelligence. So നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ, ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് എന്താണ്, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. So that involves large sets of people ranging from small groups of 3 to 20 to large group of several hundred discussing specific topics. So ഒരു ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, 3 തൊട്ട് 20 വരെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ആ ഒരു മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. സോ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 100 പീപ്പിൾസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതെല്ലാം എന്താണ്, ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. Then so in the modern world, this is increasingly facilitated by technology through platforms like webinars, group chats and social media, which allows for interactive presentation and collaborative outcomes. So ഇപ്പോൾ മോഡേൺ വേൾഡിൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പല വിധത്തിലുള്ള ടെക്നോളജീസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ. വെബിനാർസ്, ഗ്രൂപ്പ് ചാറ്റ്സുകൾ, സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ദാറ്റ് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ലാസ്റ്റ് വരുന്നത്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസമിനേറ്റിംഗ് ദ ഇൻഫോർമേഷൻ ടു എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോട് നമ്മൾ സംസാരിക്കുന്ന, ഒരു മാസ് ഓഡിയൻസിനോട് നമ്മൾ സംസാരിക്കുന്നതാണ്. ഈവൻ നമുക്ക് കൗണ്ട്ലെസ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, സോ അതെല്ലാം എന്താണ്, മാസ് കമ്മ്യൂണിക്കേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുന്നത്. ദെൻ
ഈവൻ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ് കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ സാധിക്കും, ഡിഫറെൻറ്റ് മീഡിയാസ്. സോ ഹിസ്റ്റോറിക്കലി ദിസ് ഇൻക്ലൂഡ് ട്രഡീഷണൽ ഫോംസ് ലൈക്ക് ഫോക്ക് സോങ്സ് ആൻഡ് തിയേറ്റർ, ആൻഡ് മോഡേൺ മാസ് കമ്മ്യൂണിക്കേഷൻ ഇസ് categorized into 4 main ടൈപ്സ്. സോ 4 മെയിൻ ടൈപ്സുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മോഡേൺ മാസ് കമ്മ്യൂണിക്കേഷനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് പ്രിൻറ്റ് മീഡിയ, ഒന്ന് പ്രിൻറ്റ് മീഡിയയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ദാറ്റ് ഇസ് ന്യൂസ് പേപ്പർ, ബുക്സ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ, ദാറ്റ് ഇസ് ടെലിവിഷൻ, റേഡിയോ, ദെൻ ഫിലിം, ദെൻ outdoor or transit media, that is billboards example. So and digital media is the last one or the fourth one. So the evolution of mass media into global platform has allowed individual to express themselves freely and has significantly altered our perception of the world. So ഈ ഒരു മാസ് മീഡിയ ഡെവലപ്പ് ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിഗ്നിഫിക്കൻ്റ്ലി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആളുകൾക്ക് അവരുടെ ഉള്ളിലുള്ളത് ഫിയേർഡ് അല്ലാതെ അല്ലേ, അതായത് ഭയക്കാതെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇന്ന് സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. സോ നമ്മുടെ വേൾഡ് വ്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ മാറുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് analyze the relationship between verbal and non-verbal communication and discuss the barriers that can disrupt effective human interaction. So വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻ്ററാക്ഷൻ്റെ 2 പ്രൈമറി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. സോ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോക്കൺ വേർഡ്സിലൂടെ അല്ലെങ്കിൽ റിട്ടൺ വേർഡ്സിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു മീറ്റിംഗ്, ലെക്ചേഴ്സ് കൊടുക്കുന്ന, അതുപോലെ ഫോൺ കോൾസിലെല്ലാം എന്താണ് ഇമ്പോർട്ടൻറ്റ്, വേർബൽ കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഇറ്റ്സ് പ്രൈമറി മെറിറ്റ് ഇൻക്ലൂഡ് ബീയിങ് ക്വിക്ക്, ഡിറക്റ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. സോ ഇതിൻ്റെ ഒരു മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ബെനഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, വളരെയധികം ക്വിക്കായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ ഡിറക്റ്റായിട്ടും അതുപോലെ ഡയറക്റ്റ്ലി നമുക്ക് സംസാരിക്കാം. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോ ദെൻ അലോയിങ് ഫോർ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്സുകൾ എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നുണ്ട്. ദെൻ it can be limited for lengthy message and is susceptible to distort if there are conflict between the sender and receiver. സോ ഇനി ഇത് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സെൻഡറും റിസീവറും തമ്മിലൊരു എന്തെങ്കിലും ഒരു ബാരിയർ വരുമ്പോഴാണ് ആക്ച്വലി വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, കൊളാപ്സ്ഡ് ആവുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് ബാരിയേഴ്സ് നമുക്കറിയാം അല്ലേ, ഫിസിക്കൽ ബാരിയേഴ്സ് വരാം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് എന്ത് ചെയ്യാം, വരാം. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫൻ കാൾഡ് ദ സൈലൻറ്റ് ലാംഗ്വേജ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ തന്നെയാണ് സൈലൻറ്റ് ലാംഗ്വേജ് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് വേർഡ്സിലൂടെ അല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ടച്ചിലൂടെ സംസാരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജസ്റ്റേഴ്സിലൂടെ ഒക്കെ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നോൺ വെർബൽ ക്യൂസ് can significantly alter or reinforce the meaning of verbal message. For example, ഐ കോണ്ടാക്റ്റ് ഒരു നോൺ വെർബൽ ക്യൂസ് ആണ്. സോ ഐ കോണ്ടാക്റ്റിലൂടെ നമുക്ക് ഒരാളുടെ ഓണസ്റ്റി അല്ലെങ്കിൽ അയാൾ എത്രത്തോളം അതിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയാണ് അല്ലേ. സോ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ പിന്നെ നമ്മൾ ചില ജസ്റ്റേഴ്സ് കാണിക്കുന്നത്, ഇതെല്ലാം എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് ഹെൽപ്ഫുൾ ആണ്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് പെർട്ടിക്കുലർ ഹെൽപ്ഫുൾ ഫോർ ദോസ് ഹൂ ആർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഓർ ഇല്ലിറ്ററേറ്റ് ആൻഡ് ക്യാൻ സേവ് ടൈം ബൈ
substituting for words. Example, nodding for yes. സോ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ടും ഹെൽപ്ഫുൾ ആവുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് ടൈം കൺസ്യൂമിങ് ചെയ്യാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യെസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ തല എന്ത് ചെയ്യുന്നു, യെസ് എന്നുള്ള രീതിയിൽ നോഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അതും ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിളാണ്. സോ നമുക്കറിയാം വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്നിരുന്നാലും ഇതിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബാരിയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ വേരിയസ് ബാരിയേഴ്സ് ക്യാൻ സിവിയർലി ഡിസ്ട്രപ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. സോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എൻവയോൺമെൻറ്റൽ നോയ്സ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പുറത്ത് നിന്ന് എന്ത് ചെയ്യുകയാണ്, എന്തെങ്കിലും നോയ്സി ശബ്ദങ്ങൾ വരികയാണെന്ന് വിചാരിക്കാം. സോ ചിലപ്പോൾ എന്തായിരിക്കാം, വെഹിക്കിൾസിൻ്റെ സൗണ്ട്സുകളായിരിക്കാം. ഇതെല്ലാം എന്താണ്, സോ ഇത് ആ ഒരു ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സൗണ്ട്സുകളാണ്. സോ ദെൻ ടെക്നിക്കൽ മാൽ ഫങ്ഷൻസ് ആയിരിക്കാം. ദെൻ ഇമോഷണൽ ബാരിയേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ്, ആങ്കർ അല്ലെങ്കിൽ ഫിയർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മളെ മിസ്ജഡ്ജ് ചെയ്യാനുള്ള റീസൺ ആണ് അല്ലേ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓവർ കോൺഫിഡൻസ്. നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ എന്താവണമെന്നില്ല, എഫക്റ്റീവ് ആവണം എന്നില്ല അല്ലേ. ദെൻ കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതായത് അറൈസസ് വെൻ ഡിഫറൻസ് ഇൻ വാല്യൂസ് ഓർ lack of proficiency in a common language impede understanding. Furthermore, gender discrimination and a lack of focus or eye contact can lead to significant misunderstanding in professional environments. So next പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ്. ഇപ്പോൾ കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളും എന്ത് ചെയ്യണമെന്നില്ല, നമ്മുടെ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന പല വേർഡ്സുകളും ചിലപ്പോൾ നല്ല വേർഡ്സുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മറ്റൊരു കൾച്ചറിലോട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ മീനിങ് അവിടെ നല്ലതാവണമെന്നില്ല. അവിടെ എന്ത് ചെയ്യാണ്, ഒരു കൾച്ചറൽ ബാരിയർ വന്നു അല്ലേ. ലാംഗ്വേജ് ബാരിയേഴ്സ് വരാം, അതായത് ടെക്നിക്കലി യൂസ് ചെയ്യുന്ന ടേംസുകൾ ഉണ്ടായിരിക്കും. ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം നമ്മളൊരു മെഡിക്കൽ ഫീൽഡിൽ പോവുകയാണ്, ഇപ്പം നമുക്ക് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മളൊരു ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്തെങ്കിലും എന്ത് ചെയ്യുകയാണ്, ഒരു മെഡിക്കൽ ടേംസ് പറയുകയാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ചുറ്റും അല്ലെങ്കിൽ ആ ഡോക്ടറിന് ചുറ്റുമുള്ള ആളുകൾക്ക്, നേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്നില്ല, അത്തരത്തിലുള്ള വേർഡ്സുകൾ മനസ്സിലാവണമെന്നില്ല. സോ ലാംഗ്വേജ് ബാരിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ബാരിയേഴ്സ് വരുന്നുണ്ട്. ദെൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ ലാക്ക് ഓഫ് ഫോക്കസ് ഓർ ഐ കോണ്ടാക്ട്. സോ ഇനി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ടേംസുകൾ എന്ത് ചെയ്യാറുണ്ട്, ലാംഗ്വേജിൽ മെയിനായിട്ട് വരുന്നുണ്ട്. ദെൻ ഐ കോണ്ടാക്റ്റ്, ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ഐ കോണ്ടാക്റ്റ് നമുക്ക് തരുന്നില്ല എന്ന് വിചാരിക്കാം. സോ അപ്പോൾ നമുക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി ഈ ഒരു ബാരിയേഴ്സ് എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ജാർഗൺസ് വേർഡ്സുകൾ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എന്തൊക്കെയാണ് ഈ ഒരു ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, കോംപ്ലക്സ് ആയിട്ടുള്ള ജാർഗൺ വേർഡ്സുകൾ അവോയ്ഡ് ചെയ്യുക. ആക്റ്റീവ് ലിസണിങ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, സ്പീക്കർ എന്താണോ പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, നമുക്കതിൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം അല്ലേ, നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്മ്യൂണിക്കേറ്റേഴ്സ് ഷുഡ് ഓൾസോ അഡാപ്റ്റ് ദെയർ സ്റ്റൈൽ ടു ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദെയർ ഓഡിയൻസ്. സോ ഇനി ഒരു കമ്മ്യൂണിക്കേറ്റർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓഡിയൻസ്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ആരോടാണോ, ആ ഒരു ഓഡിയൻസ് ഏത് കൾച്ചറിൽ ഉൾപ്പെടുന്ന ആളാണോ അവർക്കനുസരിച്ച് വേണം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. ദെൻ വിഷ്വൽ എയ്ഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം, അതായത് ചാർട്ട്സ് അല്ലെങ്കിൽ വീഡിയോസ്, ഡയഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഫീഡ്ബാക്ക് ചോദിക്കാം അല്ലേ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രത്തോളം റിഫൈൻ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്സുകൾ ചോദിക്കാം.
Then moving on to the next question, that is, discuss the dual role of mass media in society by evaluating its primary function and the resulting dysfunction. So the dual role of mass media. So mass mediയയ്ക്ക് രണ്ട് റോൾസുകളുണ്ട് എന്നാണ് പറയുന്നത്. ഡുവൽ അല്ലേ, ടു. ദാറ്റ് ഈസ് എന്താണ് സൊസൈറ്റിയിലെ മാസ് മീഡിയയുടെ രണ്ട് റോൾസ്, പ്രൈമറി ഫങ്ഷൻസും അതുപോലെ തന്നെ ഡിസ്ഫങ്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം എന്താണ് മാസ് മീഡിയയുടെ ഡുവൽ റോൾ ഇൻ സൊസൈറ്റി എന്നുള്ളത് നമ്മൾ പറയാം. സോ മാസ് മീഡിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് മാസ് മീഡിയ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം സൊസൈറ്റിയെ ഇൻഫോം ചെയ്യുകയും സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും എൻ്റർടൈൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ പരസ്പരം കണക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ത്, മാസ് മീഡിയ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ക്രിയേറ്റ് സം നെഗറ്റീവ് എഫക്ട്സ് അല്ലേ. സോ എന്താണ്, എന്നിരുന്നാൽ പോലും മാസ് മീഡിയയ്ക്ക് ചില നെഗറ്റീവ് എഫക്ട്സുകളുണ്ട്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ആണ്. സോ മാസ് മീഡിയയുടെ ഫങ്ഷൻസ് ആണ് ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് സർവെയിലിയൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് മാസ് മീഡിയ കീപ്സ് പീപ്പിൾ ഇൻഫോംഡ് അബൌട്ട് കറണ്ട് ഈവൻറ്റ്സ് അല്ലേ. സോ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങൾ മാസ് മീഡിയ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്, മാസ് മീഡിയയിലൂടെ തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ സ്റ്റേ അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദം. സോ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാൻ എന്ത് ചെയ്യുന്നു, മാസ് മീഡിയ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മീഡിയ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മ്യൂസിക്, ടെലിവിഷൻ ഷോസുകൾ അല്ലേ, മ്യൂസിക്, ദെൻ മൂവീസ്, സ്പോർട്സ്, ദെൻ സോഷ്യൽ മീഡിയാസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റിലാക്സ് ചെയ്യാനും നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് വൺ ഇസ് കോറിലേഷൻ ആണ്. സോ കോറിലേഷൻ ആണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മീഡിയ എക്സ്പ്ലെയിൻസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫോർമേഷൻ ഹെൽപ്പിംഗ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് ഫ്രം ഒപ്പീനിയൻസ് അബൌട്ട് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് മാറ്റേഴ്സ്. സോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയ നമ്മളോട് എന്തെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളെ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, അതായത് സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് മാറ്റേഴ്സിനെ കുറിച്ച് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവെയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ ദ ഫോർത്ത് വൺ ഇസ് ബോണ്ടിങ് ആൻഡ് സോഷ്യലൈസേഷൻ ആണ് ഫോർത്ത് വരുന്നത്. ദാറ്റ് ഈസ് മാസ് മീഡിയ കണക്ട്സ് പീപ്പിൾ വിത്ത് ഷെയർഡ് ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ്. സോ മാസ് മീഡിയ എന്ത് ചെയ്യുന്നു, ആളുകളെ അവരുടെ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്കറിയാത്ത ഓരോ ആളുകളുണ്ടായിരിക്കും. സോ അവരുമായിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും എന്നുള്ളതാണ്. മാസ് മീഡിയ കണക്ട് പീപ്പിൾ വിത്ത് ഷെയർഡ് ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ് അല്ലേ. ഇപ്പോൾ നമ്മൾ പലരും ഇടുന്ന റീൽസുകൾ, പലരും ഇടുന്ന സ്റ്റോറീസുകളൊക്കെ നമ്മളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, that communicate with us because we share a same interest. Then it also teaches social norms, behaviors and cultural values. So ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയാസ് നമ്മളോട് സോഷ്യൽ ബിഹേവിയേഴ്സ്, കൾച്ചറൽ വാല്യൂസിനെ കുറിച്ചെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് മാസ് മീഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Then the fifth one is mobilization. So mobilization എന്ന് പറഞ്ഞാൽ എന്താണ്, media can encourage people to support social cues, participate in public campaigns and take collective action on important issues അല്ലേ. മീഡിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില സോഷ്യൽ ഇഷ്യൂസിനെ അല്ലേ, ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ചില സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പോൾ ആർക്കെങ്കിലും ഇൻജസ്റ്റിസ് നേരിടുമ്പോൾ അതിനവർക്ക് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. അതുപോലെ പല പബ്ലിക് ക്യാമ്പയിനിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടുക. സോ ഇതൊക്കെ എന്താണ്, മൊബിലൈസേഷൻ മാസ് മീഡിയയുടെ ഫങ്ഷൻ തന്നെയാണ്. സോ ഇനി നമ്മൾ ഡിസ്ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് നർക്കോട്ടൈസിങ് ഡിസ്ഫങ്ഷൻ. പീപ്പിൾ മേ കൺസ്യൂം സോ മച്ച് ഇൻഫോർമേഷൻ ദാറ്റ് ദേ ബിക്കം പാസീവ് ആൻഡ് ദേ ഫീൽ ഇൻഫോർമഡ് ബട്ട് ഡു നോട്ട് ടേക്ക് എനി റിയൽ ആക്ഷൻ ടു സോൾവ് പ്രോബ്ലംസ്. സോ നർക്കോട്ടൈസിങ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് മാസ് മീഡിയയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ആളുകൾ എന്ത് ചെയ്യും, പാസീവായിരിക്കും. പാസീവായി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ
തലയിൽ സൂക്ഷിക്കുന്നുണ്ടാവും, നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യണമെന്നില്ല, നമ്മളതൊന്നും ആക്ഷൻസിൽ എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യണമെന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഡു നോട്ട് ടേക്ക് എനി ആക്ഷൻ, റിയൽ ആക്ഷൻ ടു സോൾവ് പ്രോബ്ലംസ്. സോ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ അറിയുന്നു, പക്ഷേ അത് സോൾവ് ചെയ്യാനുള്ള ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓണർഷിപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ many media organizations are privately owned. They may focus more on profit and rating than on public welfare and truthful reporting. സോ ഇനി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓണർഷിപ്പ് ആണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് മീഡിയ ഓർഗനൈസേഷൻസ് പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. അങ്ങനെ പ്രൈവറ്റ്ലി ഓൺ ആവുന്ന സമയത്ത് അവർ ഓണേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് ആ ഒരു ചാനലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൻ്റെ പ്രോഫിറ്റ്സിനും അതുപോലെ തന്നെ റേറ്റിങ്ങിനും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, അവർക്ക് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രൂത്ത്ഫുള്ളായിട്ട് അവർ ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, തേർഡ് വൺ ഇസ് എൻകറേജ്മെൻറ്റ് ഓഫ് കൺഫോമിറ്റി ആണ് നെക്സ്റ്റ് വരുന്നത്. സോ മീഡിയ ഓഫൺ സപ്പോർട്ട് എക്സിസ്റ്റിംഗ് സോഷ്യൽ നോംസ് ആൻഡ് മേ ഡിസ്കറേജ് പീപ്പിൾ ഫ്രം ക്വസ്റ്റ്യനിങ് ഓർ ചലഞ്ചിങ് എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റംസ്. സോ നെക്സ്റ്റ് വരുന്നത് മീഡിയ ഓഫൺ സപ്പോർട്ട്സ് എക്സിസ്റ്റിംഗ് സോഷ്യൽ നോംസ്. സോ മീഡിയ എന്തായിരിക്കാം, ആ ഒരു സൊസൈറ്റിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ഐഡിയോളജീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് മേ ഡിസ്കറേജ് പീപ്പിൾ ഫ്രം ക്വസ്റ്റ്യനിങ് ഓർ ചലഞ്ചിങ് എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം. സോ അത് മാത്രമല്ല, ഒരു പക്ഷേ ആ ഒരു എക്സിസ്റ്റിംഗ് നോംസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്തേക്കാം, അതും തന്നെ അങ്ങ് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്തേക്കാം. അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിനെ ചലഞ്ച് ചെയ്യാനോ അവർ നിൽക്കില്ല. സോ അതിൻ്റെ ഒരു ഡിസ്ഫങ്ഷനാണ് മാസ് മീഡിയയുടെ. ദെൻ ഫോർത്ത് വൺ ഇസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് പോപ്പുലർ ടേസ്റ്റ്. സോ വൈൽ മീഡിയ മേക്സ് ആർട്ട് ആൻഡ് കൾച്ചർ widely available, it can also promote repetitive and low quality contents. So ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയ ഒരുപാട് ആർട്ട് ആൻഡ് കൾച്ചറൽ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിലോട്ട് എത്തിക്കുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ക്യാൻ ഓൾസോ പ്രൊമോട്ട് റിപ്പീറ്റേറ്റീവ് ആൻഡ് ലോ ക്വാളിറ്റി കണ്ടൻറ്റ്സ്. സോ അങ്ങനെ ഒത്തിരി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ലോ ക്വാളിറ്റി കണ്ടൻറ്റിലോട്ട് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് റെഡ്യൂസിങ് അപ്രിസിയേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ അവിടെ എന്തുണ്ടായിരിക്കില്ല, ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല, ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് റെഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് മാസ് മീഡിയയുടെ ഫങ്ഷൻസും ഡിസ്ഫങ്ഷൻസും പറയുന്നത്. Then the next question is compare and contrast different types of media, highlighting their unique advantage and the challenge they face in the digital age. So ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ഉണ്ട് അല്ലേ. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ അഡ്വാൻറ്റേജസും അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസുമാണ് ചോദിച്ചിട്ടുള്ളത് ഇൻ ദ ഡിജിറ്റൽ ഏജ്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയാസിലൂടെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സിലൊന്നാണ് പ്രിൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. അതായത് ന്യൂസ് പേപ്പർ, മാഗസിൻ, ബുക്സ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം പ്രിൻറ്റ് മീഡിയയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. ഇതിനെ however it faces a declining readership and limited interactively compared to newer forms. ഇപ്പോൾ പുതിയ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രിൻറ്റ് മീഡിയയ്ക്ക് റീഡേഴ്സിന് ഇത്തിരി കുറവാണ്. കാരണം പല മോഡേൺ വേൾഡിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ മറ്റുള്ള മാസ് മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രിൻറ്റ് മീഡിയയുടെ റീഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഡിക്ലൈൻ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റേഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത്. So utilizing electromagnetic waves, radio is cost effective and accessible, reaching wide audience even in emergencies through ham or community radio. So radio ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് റേഡിയോ പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം അല്ലേ. വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് റേഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ആക്സസിബിൾ ആണ് അല്ലേ, ആക്സസിബിൾ ആണ്, ഒരു വൈഡ് ഓഡിയൻസിലോട്ട് എത്തിക്കുന്നുണ്ട്. ആൻഡ്
പക്ഷേ ഈ ഒരു റേഡിയോയ്ക്ക് ഒരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ വിഷ്വൽ കമ്പോണൻസ് ഇല്ല റേഡിയോയിൽ, അല്ലേ? വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, സൗണ്ട് എഫക്ട്സ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. സോ അതൊരു എഫക്റ്റീവായിട്ടുള്ള മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, അതിനെ ലാക്ക് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ടെലിവിഷൻ ആണ് വരുന്നത്. സോ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ഓഡിയോ വിഷ്വൽ മീഡിയ ആണ്. അപ്പോൾ ടി വി നമ്മളേക്ക് എന്തെത്തിക്കുന്നുണ്ട്, ഗ്ലോബലി ഉള്ള കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലേ? ആൻഡ് ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. While it is effective for news and education, it can lead to health issues like obesity and social disconnection. സോ നമുക്കറിയാം ടെലിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂസും എഡ്യൂക്കേഷനും ഒക്കെ നമുക്ക് അതിലൂടെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഇത് ചില ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഒബേസിറ്റിയും അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്കണക്ഷൻ, അതായത് നമ്മൾ ടി വിയുടെ മുന്നിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള സൊസൈറ്റിയിലുള്ള മറ്റുള്ള ആളുകളുമായിട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റുള്ള ആളുകളുമായിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അവരുമായിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടില്ല. നമ്മൾ സോഷ്യലി എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു വേൾഡിൽ മാത്രം എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലിമാണ്. സോ ഫിലിം എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആർട്ട് ഫോമാണ്. ആൻഡ് ഇറ്റ് വാസ് വെരി പവർഫുൾ ഇൻ ദിസ് മോഡേൺ എറ, അല്ലേ? ആൻഡ് that reflects the cultural anxieties and social fear. While it can powerful convey emotions, and it also risk perpetuating negative സ്റ്റീരിയോടൈപ്സ്. സോ ഫിലിം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മോഡേൺ വേൾഡിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസ് മീഡിയയാണ് എന്തെന്ന് പറയുന്നത്, ഫിലിം എന്ന് പറയുന്നത്, അല്ലേ? ആക്ച്വലി ഇത് സൊസൈറ്റിയെ തന്നെയാണ് ആക്ച്വലി ഫിലിം എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ഹാസ് ബീൻ ടുവേർഡ് ഡിജിറ്റൽ മീഡിയ, which include social media, blogs and streaming platforms. Its defining features are interactively global networking and hypertextual navigation. സോ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന എന്താണ്, ഡിജിറ്റൽ മീഡിയാസുകളാണ്, അല്ലേ? സോ സോഷ്യൽ മീഡിയ, ബ്ലോഗിങ്, അതുപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസുകളൊക്കെയാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ആളുകൾ യൂസ് ചെയ്യുന്ന മാസ് മീഡിയാസ് എന്ന് പറയുന്നത്. Then what is the advantages of a mass media? It offers immense educational value, provide freedom of expression for all users, and is generally cost effective. So advantages എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒന്ന് എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഫ്രീ ആയിട്ട് എല്ലാ യൂസേഴ്സിനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇനി ഡിജിറ്റൽ മീഡിയയ്ക്ക് എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലേ? അതായത് പ്രൈമർലി എന്താണ്, ഡിജിറ്റൽ മീഡിയ ഈസ് എ പ്രൈമറി സോഴ്സ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ഫേക്ക് ന്യൂസ്. ഒന്ന്, ഫേക്ക് ന്യൂസുകൾ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ചാനലായിട്ടാണ് ഡിജിറ്റൽ മീഡിയയെ ഇപ്പോൾ പലരും കാണുന്നത്, അല്ലേ? പല ഡിജിറ്റൽ മീഡിയാസിലെല്ലാം പല തരത്തിലുള്ള എന്ത് വരുന്നുണ്ട്, ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിയാലിറ്റി ഏതാണ്, ഫേക്ക് ഏതാണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദെൻ സഫേഴ്സ് ഫ്രം എ ലാക്ക് ഓഫ് പ്രൈവസി. സോ പ്രൈവസി ലാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. ആൻഡ് ക്യാൻ ബി ഹൈലി ടൈം കൺസ്യൂമിങ് ഓർ അഡിക്റ്റീവ്. സോ ടൈം നന്നായിട്ട് കൺസ്യൂം ചെയ്യും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു 5 മിനിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക, ഒരു 5 മിനിറ്റ് നോക്കിയിട്ട് വരാമെന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ 5, 10, 20 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൽ ചിലവഴിക്കാറുണ്ട് എന്നുള്ളതാണ്. സോ നമ്മുടെ ടൈം കൺസ്യൂമിങ് ആണ്, നമ്മൾ അതിലോട്ട് അഡിക്റ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്, നെക്സ്റ്റ് compare and contrast advertising and public relation as strategic communication tool, focusing on their features and objectives ആണ്
നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻ. അഡ്വർടൈസിങ്ങിനെയും പബ്ലിക് റിലേഷനെയും നമ്മൾ കമ്പയർ ചെയ്യുകയും കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അഡ്വർടൈസിങ് ആൻഡ് പബ്ലിക് റിലേഷൻ ആർ ബോത്ത് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് യൂസ്ഡ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫോം ദ പബ്ലിക്. സോ അഡ്വർടൈസിങ് അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്, കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. സോ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാനുമാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് പർപ്പസ് ആൻഡ് മെത്തേഡ്സ്. പക്ഷെ രണ്ടിനും രണ്ട് മെത്തേഡ്സുകളും രണ്ട് പർപ്പസുമാണ് ഉള്ളത്. സോ അഡ്വർടൈസിങ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. നമ്മൾ അഡ്വർടൈസിങ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ എന്തെങ്കിലും ഒരു സർവീസോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം അല്ലേ. പെയ്ഡ് പ്രൊമോഷൻ ആണ് അല്ലെങ്കിൽ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വർടൈസിങ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് റീച്ചസ് എ ലാർജ് ഓഡിയൻസ് ത്രൂ മീഡിയ സച്ച് ആസ് ടെലിവിഷൻ. സോ ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, റേഡിയോ, ഇൻ്റർനെറ്റ് തുടങ്ങിയിട്ടുള്ള മീഡിയത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ഒരു അഡ്വർടൈസിങ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ദെൻ its main objective is to persuade people to buy a product or service. സോ എന്താണ് ഒരു അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? സോ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഡ്വർടൈസിങ് കാണുമ്പോൾ അതെന്തെങ്കിലും സർവീസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലോ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആര് അപ്രോച്ച് ചെയ്യണം, ഓഡിയൻസ് അല്ലെങ്കിൽ പബ്ലിക് ആ ഒരു പ്രൊഡക്റ്റിനെയോ ആ ഒരു സർവീസിനെയോ അപ്രോച്ച് ചെയ്യണം ആ ഒരു പരസ്യം അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസിങ് കണ്ടതിന് ശേഷം എന്നുള്ളതാണ്. ദെൻ ക്രിയേറ്റ് ബ്രാൻഡ് അവയർനെസ്, ഇൻക്രീസ് സെയിൽ ആൻഡ് അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. സോ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും അവയർനെസ്, ഒരു ബ്രാൻഡിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസിങ്ങിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പബ്ലിക് റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, PR അല്ലേ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് PR എന്ന് പറയുന്നത്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സോ പബ്ലിക് റിലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ ആൻ ഇൻഡിവിജ്വൽ. സോ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു പോസിറ്റീവ് ഇമേജ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. Then PR is not mainly focused on selling products. Instead, it aims to build trust, goodwill, and a strong relationship with the public, media, investor, and ഗവൺമെൻറ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. സോ അഡ്വർടൈസിങ്ങിനെ പോലെ PR എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു സെല്ലിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഒരു സർവീസ് സെല്ലിങ്ങോ അല്ല. സെല്ലിംഗ് അല്ല PR എന്ന് പറയുന്നത്. PR എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ബിൽഡ് ട്രസ്റ്റ് അല്ലേ. ഇതെന്ത് ചെയ്യുന്നു, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഡ് വില്ല് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് PR ഓൾസോ ഹെൽപ്സ് ഓർഗനൈസേഷൻ ഹാൻഡിൽ നെഗറ്റീവ് സിറ്റുവേഷൻ ആൻഡ് മെയിൻറ്റെയിൻ എ ഗുഡ് റെപ്യൂട്ടേഷൻ. സോ PR എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് എങ്കിൽ ആ നെഗറ്റീവ് സിറ്റുവേഷനെ ഓവർകം ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ഗുഡ് റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, PRന് സാധിക്കും. ആൻഡ് ദ മെയിൻ ഡിഫറൻസ് ഈസ് ദാറ്റ് അഡ്വർടൈസിങ് focus on promoting products through paid message, while PR focused on building a positive image and maintaining good relationship with stakeholders. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സർവീസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. PR എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ഇതാണ് PR എന്ന് പറയുന്നത്. ദെൻ അഡ്വർടൈസിങ് ഈസ് യൂഷ്വലി വൺ വേ കമ്മ്യൂണിക്കേഷൻ, whereas PR encourage two-way communication and public engagement. സോ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ PR എന്ന് പറയുന്നത് എന്താണ്, ഒരു പബ്ലിക് എൻഗേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പോസിബിൾ ആണ്. PR എന്ന് പറയുന്നത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ്.
Then moving on to the next question, that is critically examine the impact of language barriers and jargon on effective communication. So ഇതാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ. ഇമ്പാക്റ്റ് ഓഫ് ലാംഗ്വേജ് ബാരിയേഴ്സ് അല്ലേ, ലാംഗ്വേജ് ബാരിയേഴ്സിൻ്റെ ഇമ്പാക്റ്റ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. സോ ലാംഗ്വേജ് ഇസ് മീൻ ടു ഹെൽപ്പ് പീപ്പിൾ ഷെയർ ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ അല്ലേ. സോ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഐഡിയാസും ഇൻഫോർമേഷൻസും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ ലാംഗ്വേജ് ബാരിയേഴ്സ് ആൻഡ് ജാർഗൺ ക്യാൻ മേക്ക് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൾട്ട്. അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജ് ബാരിയേഴ്സും ജാർഗൺ വേർഡ്സുകളും യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാം, ഡിഫിക്കൾട്ട് ആയേക്കാം അല്ലേ. ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ വെൻ പീപ്പിൾ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഓർ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് ലാംഗ്വേജ് വെൽ. സോ ഒരു ലാംഗ്വേജ് ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് മറ്റുള്ളവർക്ക് എന്താണ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അല്ലേ. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് ലാംഗ്വേജ് വെൽ, ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് ലാംഗ്വേജ് വെൽ. സോ ഒരു ഗ്രൂപ്പായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ എന്താണ്, ഒരു ലാംഗ്വേജ് യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണെങ്കിൽ അത് ഡിഫിക്കൽട്ട് ക്രിയേറ്റ് ചെയ്യും. സോ എന്തിലോട്ട് ലീഡ് ചെയ്യും, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ എന്താണ് മെസ്സേജിനെ ഇൻകറക്റ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം, കൺഫ്യൂഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Then as a result, the sender's ideas may not be understood by the receiver. So അതുകൊണ്ട് തന്നെ സെൻഡർ പറയുന്ന ഐഡിയാസ് എന്ത് ചെയ്യണം എന്നില്ല, റിസീവർക്ക് മനസ്സിലാവണം എന്ന് ഇല്ല. ദെൻ നെക്സ്റ്റ് എന്താണ്, ജാർഗൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ജാർഗൺ റെഫേഴ്സ് ടു സ്പെഷ്യലൈസ്ഡ് വേർഡ്സ് ഓർ ടെക്നിക്കൽ ടേംസ്. സോ ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യലൈസ്ഡ് ടേംസും അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ ടേംസ് ആണ് ജാർഗൺസ് എന്ന് പറയുന്നത്. സോ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് ജാർഗൺ വേർഡ്സുകൾ എന്നുള്ളത് അല്ലേ. ടെക്നിക്കൽ ടേംസുകളാണ്. ഇപ്പോൾ ഒരു ലോയർ കോർട്ടിൽ യൂസ് ചെയ്യുന്ന ചില വേർഡ്സുകൾ എന്ത് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കോർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രയൽ കാണുകയാണെന്ന് വിചാരിക്കാം, സമയത്ത് അഡ്വക്കേറ്റ് യൂസ് ചെയ്യുന്ന പല ടെക്നിക്കൽ ടേംസുകളും എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്നുള്ളതാണ്. Then, while jargon helps members of that group communicate quickly and efficiently, it can confuse people who are unfamiliar with those terms. So, ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ലോയർ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ്, അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ പുറമേ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, അത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ കൺഫ്യൂസ് പീപ്പിൾ ഹു ആർ അൺഫെമിലിയർ വിത്ത് ദോസ് ടേംസ് ആൻഡ് ദിസ് റെഡ്യൂസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മേ എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം ദ കോൺവെർസേഷൻ. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അത് മനസ്സിലാവും, പക്ഷേ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകാതെ വരുമ്പോൾ ആ ഒരു വ്യക്തികളെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്ന പോലെയാണ്, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് പോലെയാണ്. So both the language barriers and jargons hinder effective communication because they prevent the clear exchange of information. ഇപ്പോൾ രണ്ടും ലാംഗ്വേജ് ബാരിയേഴ്സും അതോടൊപ്പം തന്നെ ജാർഗേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നുണ്ട്. ആൻഡ് communication becomes successful only when both the sender and receiver share a common understanding of the language and terms being used. So ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ലിയർ ആവുന്നത് എപ്പോഴാണ്, ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ, സെൻഡറും റിസീവറും കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഷെയർ ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ എന്താണ് ആ ഒരു ലാംഗ്വേജിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കോമൺ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുന്നത് എന്നുള്ളതാണ്. സോ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്ലിയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, അൺനെസസറി ആയിട്ടുള്ള ജാർഗൺസ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരു ജനറൽ ഓഡിയൻസിനോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു രീതി എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. ആൻഡ് ദിസ് ഹെൽപ്സ് മെസ്സേജ് ബി അണ്ടർസ്റ്റുഡ് ആക്യുറേറ്റ്ലി ആൻഡ് റെഡ്യൂസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, അക്യുറേറ്റ് ആവും, മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. Then moving on to the next question, that is discuss the concept of
public opinion and the public sphere and identify the primary factors that govern the formation of collective views. So public opinion എന്ന് പറഞ്ഞാൽ എന്താണ്? The collective views, അല്ലേ? The collective views, beliefs or attitudes of people about a particular issue. ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു പെർട്ടിക്കുലർ ഈവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കളക്റ്റീവ് വ്യൂസും ബിലീവ്സും അതുപോലെ ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റിഫ്ലെക്ട്സ് വാട്ട് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ തിങ്ക് ഓഫ് ഫീൽ, അല്ലേ? സോ അപ്പോൾ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ മെജോറിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് പീപ്പിൾ വാട്ട് ദേ തിങ്ക് ആൻഡ് വാട്ട് ദേ ഫെൽറ്റ് എന്നുള്ളതാണ്. ആൻഡ് പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സ്ഫിയർ റെഫേഴ്സ് ടു ദ place or space where people discuss, debate and share ideas about public issues. സോ പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലേസ് ആണ്. പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ആണ്. അവിടെ എന്താണ്? പീപ്പിൾ എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ ഇഷ്യൂസിനെ വെച്ച് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇഷ്യൂവിനെ വെച്ചുകൊണ്ട് അവർ ഡിസ്കഷൻസ് നടത്തുകയും ഡിബേറ്റ്സുകൾ നടത്തുകയും അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. സോ ദിസ് ക്യാൻ ബി എ പബ്ലിക് സ്പേസ്. ഇതൊരു പബ്ലിക് സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? ഒരു ഗ്യാതറിങ്സ് അല്ലെങ്കിൽ മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വിർച്വൽ സ്പേസും ആവാം, അല്ലേ? സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ, ഫോറംസ്, ദെൻ ന്യൂസ് പ്ലാറ്റ്ഫോംസുകളായിരിക്കാം. ഇതും എന്താണ്? പബ്ലിക് സ്ഫിയറിന് എക്സാമ്പിളാണ്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവ് പീപ്പിളിൻ്റെ ഒപ്പീനിയൻ ആണ്. ദാറ്റ് ഈസ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾസ് ഒപ്പീനിയൻ. പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ആ മെജോറിറ്റി ഓഫ് ദ ഒപ്പീനിയൻ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്? പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. Then factors that shape public opinion. So public opinions ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ, ദെൻ ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ ആൻഡ് സോഷ്യൽ മീഡിയ പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ തിങ്കിങ്. സോ ഈ ഒരു പബ്ലിക് ഒപ്പീനിയന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്ന് എന്താണ്? മീഡിയാസ്, അതായത് സോഷ്യൽ മീഡിയാസ്, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഒപ്പീനിയൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ആൻഡ് എഡ്യൂക്കേഷൻ, സ്കൂൾസ്, കോളേജ് ആൻഡ് ടീച്ചേഴ്സ് ഹെൽപ്പ് പീപ്പിൾ ഡെവലപ്പ് നോളജ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ അതോടൊപ്പം തന്നെ എന്താണ്? എഡ്യൂക്കേഷൻ, സ്കൂൾ, കോളേജ്, ടീച്ചേഴ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാമിലിയും ഫ്രണ്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? റിലേറ്റീവ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സുകളെല്ലാം നമ്മുടെ ഒപ്പീനിയൻസിനെയും വാല്യൂസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റിലീജിയൻ ആൻഡ് കൾച്ചർ. Religion, beliefs and culture, traditions shapes people attitude on many issues. So ഇനി റിലീജിയനും കൾച്ചറും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഒപ്പീനിയൻ ലീഡേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽസ് സച്ച് ആസ് പൊളിറ്റീഷ്യൻസ് ആൻഡ് ജേർണലിസ്റ്റ്, സെലിബ്രിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ക്യാൻ അഫക്റ്റ് പബ്ലിക് വ്യൂസ്. ഇനി ഒപ്പീനിയൻ ലീഡേഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പബ്ലിക് ഒപ്പീനിയനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പൊളിറ്റീഷ്യൻസ്, ജേർണലിസ്റ്റ്, ചില സെലിബ്രിറ്റീസുകൾ, ഇവരുടെയൊക്കെ ഒപ്പീനിയൻസും ഇവരുടെയൊക്കെ കാഴ്ചപ്പാടുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പബ്ലിക് വ്യൂസിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് വ്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. So next question, critically examine the process of audience research and its importance in creating effective media content. So audience research എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. This is the process of collecting information about a target audience to understand their needs, interest, preference and behavior. So audience research എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ കളക്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഗ്യാതറിംഗ് ആണ്. എന്തിനെക്കുറിച്ചാണ് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്? ടാർഗറ്റഡ് ഓഡിയൻസിനെ കുറിച്ചാണ്. അതായത് അവരുടെ ഇൻട്രസ്റ്റും അവരുടെ നീഡ്സും പ്രിഫറൻസസും ബിഹേവിയറും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ് ഓഫ് റിസർച്ച് ആണ് ഓഡിയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? മീഡിയ ടു പ്രൊഡ്യൂസ്, ക്രിയേറ്റ് കണ്ടന്റ് ദാറ്റ് പീപ്പിൾ വിൽ
find useful, interesting and engaging. So it helps media producers അല്ലേ? ഇത് മീഡിയ പ്രൊഡ്യൂസേഴ്സിന് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? അതായത് ആളുകളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ഓഡിയൻസ് റിസർച്ച്. ഓഡിയൻസ് റിസർച്ച് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഇസ് പ്രൈമറി റിസർച്ച്. പ്രൈമറി റിസർച്ച് എന്താണ്? ഡയറക്റ്റ്ലി ഓഡിയൻസിൽ നിന്നും ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. സർവേസ്, ഇൻ്റർവ്യൂസ്, ക്വസ്റ്റ്യനെയേഴ്സ്, ഫോക്കസ് ഗ്രൂപ്പ്സ്, ഇതെല്ലാം എന്താണ്? അതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി റിസർച്ച് ആണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യാം. അതായത് ബുക്സ്, ജേർണൽസ്, വെബ്സൈറ്റ്, റിപ്പോർട്ട്സ്, പ്രീവിയസ് സ്റ്റഡീസുകളെല്ലാം റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് നമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. സോ നമ്മൾ എന്ത് ചെയ്യാം? നമ്പേഴ്സും സ്റ്റാറ്റിക്സും വെച്ചുകൊണ്ട് നമ്മൾ ഇതാക്കുക. അതായത് ഫൈൻഡിങ് ഔട്ട് ഹൗ മെനി പീപ്പിൾ വാച്ച് TV പ്രോഗ്രാംസ്. സോ ഇപ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടി വി ഷോ നമ്മൾ എന്ത് ചെയ്യാണ്? അവർ പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ മീഡിയ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യാണ്? ഒരു TV ഷോ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ അവർക്ക് മനസ്സിലാവും എത്രത്തോളം ആളുകൾ ഈ ഒരു TV ഷോ അല്ലെങ്കിൽ ഈ ഒരു TV പ്രോഗ്രാം കാണുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും അല്ലേ? ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും? റേറ്റിംഗ് മനസ്സിലാവും, എത്ര പേര് കാണുന്നുണ്ട് എന്നാണ്. സോ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? അതിൽ എൻഗേജിങ് നടത്താം, അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ? എത്ര പേര് അത് കാണുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിസർച്ച് നടത്താം. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നെക്സ്റ്റ് വരുന്നത്. ഫോക്കസ് ഓൺ ഒപ്പീനിയൻസ്, ഫീലിങ്സ് ആൻഡ് റീസൺ ബിഹൈൻഡ് ഓഡിയൻസ് ബിഹേവിയർ. എക്സാമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് വൈ പീപ്പിൾ പ്രിഫർ എ പെർട്ടിക്കുലർ ഷോ. സോ ഇനി ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻസും അവരുടെ ഫീലിങ്സും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്താം. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഷോ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഈ ഒരു ഷോ കാണാനുള്ള റീസൺ? വാട്ട് വാസ് ദ അഫക്റ്റിംഗ് ഫാക്ടർ അല്ലേ? സോ അവരെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് ഫാക്ടറാണ് അതിലുള്ളത് എന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് മീഡിയ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ മീഡിയ പ്രൊഡ്യൂസേഴ്സിന് അവരുടേതായിട്ടുള്ള കണ്ടൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. Then what is the importance of the audience research? So it helps producers understand their audience better. So producers-ന്, അതായത് മീഡിയ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഓഡിയൻസിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്താണ് അവർക്ക് മാച്ചസ് ആയിട്ടുള്ള, അതായത് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് മാച്ച് ആയിട്ടുള്ള കണ്ടൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഓഡിയൻസിൻ്റെ സാറ്റിസ്ഫാക്ഷന് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു എന്താണ് provide feedback about public needs and opinions and help media influence public opinion and decision making more effectively and reduce the risk of creating content that audience may ignore. So അത് മാത്രമല്ല ഓഡിയൻസ് ഇഗ്നോർ ചെയ്യുന്ന കണ്ടൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കി കളയാം അല്ലേ? അവരുടെ ഇൻട്രസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റിസർച്ച് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഡിയൻസിന് ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കണ്ടൻസുകൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. So the next question is, discuss the relationship between mass communication and culture. So mass communicationും കൾച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാസ് കമ്മ്യൂണിക്കേഷനും കൾച്ചറും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? എന്താണത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചർ. സോ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചർ ഷെയർ എ ക്ലോസ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. സോ കൾച്ചർ റെഫേഴ്സ് ടു ദ ബിലീഫ്സ്, വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, ലാംഗ്വേജ് ആൻഡ് വേ ഓഫ് ലൈഫ് ഓഫ് എ സൊസൈറ്റി. സോ എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ? ഒരു സൊസൈറ്റിയുടെ വാല്യൂസും കസ്റ്റംസും ട്രഡീഷൻ, ബിലീഫ്സ് ആൻഡ് ലാംഗ്വേജ് ആൻഡ് വേ ഓഫ് ലൈഫ്, എവ്രിതിങ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ കൾച്ചറിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ മീഡിയ സച്ച് ആസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ഫിലിം, ഇൻ്റർനെറ്റ്, ഇതെല്ലാത്തിലൂടെയും എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു കൾച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? സോ
അതാണ് ഇത് തമ്മിലുള്ള ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൾച്ചർ കാരിയർ ആണ്. അതായത് മാസ് മീഡിയ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാസ് മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ നമ്മുടെ കൾച്ചറൽ വാല്യൂസും ട്രഡീഷനും സോഷ്യൽ നോംസുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്. സോ കൾച്ചറൽ ഹെറിറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്, മാസ് മീഡിയ ഹെൽപ്സ് പീപ്പിൾ കൾച്ചർ preserve by recording and disseminating historical events. അല്ലേ, ഹിസ്റ്റോറിക്കൽ ഈവൻസുകളും ഫോക്ക് ട്രഡീഷനും ലാംഗ്വേജും ആർട്ട് ഫോംസുകളും നമ്മുടെ കസ്റ്റംസുകളെല്ലാം തന്നെ പ്രിസർവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൾച്ചറിനെ പ്രിസർവ് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ ടെലിവിഷൻ പ്രോഗ്രാംസുകൾ, ഫിലിംസ്, ഡിജിറ്റൽ ആർച്ചീവ് എൻഷുവേഴ്സ് ദാറ്റ് കൾച്ചർ നോളജ് ഇസ് നോട്ട് ലോസ്റ്റ് ഓവർ ടൈം. സോ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യുകയും നമ്മുടെ കൾച്ചറിൻ്റെ നോളജ് എന്ത് ചെയ്യില്ല, ലോസ്ഡ് ആയിട്ട് പോവില്ല ഓവർ ടൈം. Then promotion of cultural awareness. So cultural awareness നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം. So media introduces audience to different cultures, promoting understanding and appreciation of cultural diversity. So media എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസിന് ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയയിലൂടെ ഓഡിയൻസിലോട്ട് എത്തിക്കുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് മീഡിയയിലൂടെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് സ്റ്റൈലും ട്രഡീഷനും വാല്യൂസും ഈ ഒരു ലോകമെമ്പാടുമുള്ള എറൗണ്ട് ദ വേൾഡ് അല്ലേ ഉള്ള ലൈഫ് സ്റ്റൈലും ട്രഡീഷനും വാല്യൂസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ദ ഫോർത്ത് വൺ ഇസ് ക്രിയേഷൻ ഓഫ് പോപ്പുലർ കൾച്ചർ. സോ പോപ്പുലർ കൾച്ചറിൻ്റെ ക്രിയേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ പ്ലേ എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് പോപ്പുലർ കൾച്ചർ. സോ ഇനി മാസ് മീഡിയ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. മേജർ റോൾ ഇൻ ഷേപ്പിംഗ് പോപ്പുലർ കൾച്ചർ. മൂവീസ്, അതായത് പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പോൾ മൂവീസ്, ടെലിവിഷൻ, അതുപോലെ മ്യൂസിക്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്ലുവൻസ് അവർ ഫാഷൻ ആൻഡ് അവർ എൻ്റർടൈൻമെൻറ്റ് ചോയ്സസ് ആൻഡ് ലാംഗ്വേജ് സോഷ്യൽ ട്രെൻഡ്സ് എസ്പെഷ്യലി എമംഗ് യൂത്ത്സ് അല്ലേ. യൂത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്, ഫാഷൻ, അതുപോലെ തന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ ലാംഗ്വേജ് സോഷ്യൽ ട്രെൻഡ്സുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then the next question is, analyze the importance of media freedom in a healthy democracy. So എന്താണ് ഹെൽത്തി ഡെമോക്രസിയിൽ ഒരു മീഡിയ ഫ്രീഡത്തിൻ്റെ റോൾ, ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ മീഡിയ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം ഇതെന്ത് ചെയ്യുന്നുണ്ട്, സിറ്റിസണിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സിറ്റിസൺസ് ഇൻഫോർമേഷൻസ് കിട്ടുന്ന എന്തിലൂടെയാണ്, മീഡിയാസിലൂടെയാണ് അല്ലേ. സോ ആ മീഡിയ എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ ബൈ പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ഫോർ ദ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ദ മീഡിയ എൻകറേജസ് public debate and facilitates the peaceful adjustment of social issues through negotiation. Crucially, a free press safeguards democracy by holding government and powerful institutions accountable for their action. Without the freedom to report and express opinions without fear, the diversity of society cannot be protected and the transparency required for democratic government would be lost. So ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡെമോക്രസി, ഒരു ഹെൽത്തി ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മീഡിയ എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതായത് ഇപ്പം മീഡിയ പെർഫോം ചെയ്യുന്നതിൽ മറ്റേതെങ്കിലും ഒരു അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെയോ ഹാൻഡ്
കമാൻഡ് ഉണ്ടാകാൻ പാടില്ല, കൺട്രോൾ ഉണ്ടാകാൻ പാടില്ല. സോ അങ്ങനെ കൺട്രോൾ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് മീഡിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിറ്റിസൺസിന് അവർക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തായിരിക്കാം, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മീഡിയ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ എന്താണ്, ദാറ്റ് വാസ് ദ മീഡിയ ഇസ് നോട്ട് ഒതൻറ്റിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സോ മീഡിയ എന്തായിരിക്കില്ല, ഒതൻറ്റിക് ആയിരിക്കില്ല എന്നുള്ളതാണ്. Define, the next question is define the concept of an information society and identify its key features. So എന്താണ് ഒരു ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്? ഒരു ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, is a society where information and communication technology such as computers, smartphones and the internet play a major role in people daily lives, work, education and business. So ഒരു ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ്. സോ where information and communication technology, അതായത് അവിടെ ഇൻഫോർമേഷനും അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, ഇൻ്റർനെറ്റ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ ലൈഫ്സ്, വർക്ക്, എഡ്യൂക്കേഷൻ, ബിസിനസ്, ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലെല്ലാം മേജർ റോൾസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ കീ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇൻഫോർമേഷൻ ടെക്നോളജി, ഒരു ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ കീ ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് ഒരു ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? സോ ഈസി ആക്സസ് ടു ഇൻഫോർമേഷൻ. സോ ഈസി നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം ഇൻഫോർമേഷൻ. ക്വിക്ക്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസ് ഫൈൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും ത്രൂ ഡിജിറ്റൽ മീഡിയാസ് ഓർ ഡിജിറ്റൽ ഡിവൈസസ്. നോളജ് ബേസ്ഡ് എക്കണോമിയാണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് നോളജ് ആൻഡ് ഇൻഫോർമേഷൻ ബിക്കം ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ജോബ്സ്. കാരണം നോളജും ഇൻഫോർമേഷനും എന്താണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, എന്തിനാണ്, എക്കണോമിക് ഗ്രോത്തിനും ജോബ്സിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെറ്റ്വർക്ക്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഇസ് പീപ്പിൾ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻസ്റ്റൻ്റ്ലി അക്രോസ് ലോങ് ഡിസ്റ്റൻസ് അല്ലേ. സോ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റൻ്റ് ആയിട്ട് സൈമുൾട്ടേനിയസ്ലി കണക്ട് ചെയ്യാനും സംസാരിക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഇമെയിൽസ് യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം, മെസ്സേജിങ് ആപ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ദെൻ ഓട്ടോമേഷൻ ആൻഡ് ടെക്നോളജി ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഇസ് മെനി ടാസ്ക് ആർ പെർഫോമഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റം. സോ ദാറ്റ് ഇൻക്രീസിങ് എഫിഷ്യൻസി. പല ടാസ്കുകളും നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ എന്താണ് ഓട്ടോമേറ്റഡ് സിസ്റ്റവും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാം അല്ലേ. AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഗ്രോത്ത് ഓഫ് ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുക, എന്തിലൂടെ, ഓൺലൈനിലൂടെ നടത്തുക. സോ ദാറ്റ് ഈസ് ഗ്രോത്ത് ഓഫ് ഇ-കൊമേഴ്സ്. ആൻഡ് ഡിജിറ്റൽ ഡിവൈഡ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് സം പീപ്പിൾ ഹാവ് ആക്സസ് ടു ടെക്നോളജി ആൻഡ് ദ ഇൻ്റർനെറ്റ് വൈൽ അതർ ഡു നോട്ട്, ക്രിയേറ്റിംഗ് ഇനീക്വാലിറ്റി. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ആക്സസിബിൾ ആയിരിക്കും, പക്ഷെ ചിലർക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഇപ്പോൾ റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് accessible ആവണമെന്നില്ല. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് ആൻ ഇനീക്വാലിറ്റി. ദെൻ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസുകളുണ്ട്. സോ ദ കളക്ഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് ഡിജിറ്റൽ ഇൻഫോർമേഷൻ ആൻഡ് raise issues related to privacy and intellectual property. So privacy and security concernsകൾ വരുന്നുണ്ട്. അതായത് ഡിജിറ്റൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ടും എന്താണ്, ഈ ഒരു സെക്യൂരിറ്റി പ്രോബ്ലംസ്, പ്രൈവസി പ്രോബ്ലംസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ നെറ്റ്വർക്ക് സൊസൈറ്റി. സോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നെറ്റ്വർക്കഡ് സൊസൈറ്റിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഒരു നെറ്റ്വർക്കഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇസ് ദ സൊസൈറ്റി വെർ പീപ്പിൾ ആർ കണക്റ്റഡ് ത്രൂ ദ ഇൻ്റർനെറ്റ്. സോ കമ്പ്യൂട്ടേഴ്സിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും മൊബൈൽ ഫോൺസ് ആൻഡ് മറ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിലൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കണക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്കഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബെറ്റർ കണക്ടിവിറ്റി, അതായത് പീപ്പിൾ ക്യാൻ കമ്മ്യൂണിക്കേറ്റ്
കമ്മ്യൂണിക്കേറ്റ് ഇൻസ്റ്റൻ്റ്ലി മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറ്റ് എവിടെ നിൽക്കുന്ന ആളുകളോടും നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻഫോർമേഷൻ കുറച്ചും കൂടെ ആക്സസിബിൾ ആണ് നമുക്ക്. അതായത് ന്യൂസ്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് നോളജ് ആർ അവൈലബിൾ ക്വിക്ക്ലി ഇൻ ഓൺലൈൻ, അല്ലേ? ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഇൻഫോർമേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യും, ഓൺലൈനിലൂടെ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് വർക്ക്, ബിസിനസ്, ബാങ്കിങ്, അതുപോലെ സർവീസസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ നെറ്റ്വർക്ക്സിലൂടെ. നെക്സ്റ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും നമ്മുടെ അടുത്തില്ല എങ്കിൽ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ കൊളാബറേഷൻ അക്രോസ് ഡിസ്റ്റൻസ്, അതായത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ക്യാൻ വർക്ക് ടുഗെദർ ഈസിലി, അല്ലേ? സോ ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ടുഗെദർലി എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി റിസ്ക് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. സോ അതായത് പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം, മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം ഓൺലൈനിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം, സ്റ്റോളൻ ചെയ്തേക്കാം, അല്ലേ? സൈബർ ബുള്ളിങ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ഹരാസ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കാം. ദെൻ പീപ്പിൾ മേ ഫേസ് അബ്യൂസ് ഓർ ബുള്ളിങ് ഓൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, അല്ലേ? സൈബർ ബുള്ളിങ് നമ്മൾ നേരിടുക. ദെൻ അതുപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ, അതായത് എക്സസീവായിട്ട് നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഉണ്ടാവില്ല ആളുകൾ തമ്മിൽ. സോഷ്യലി നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് പോകും. ദെൻ ഇൻഫോർമേഷൻ ഓവർലോഡ് ആവുന്നത്, അതായത് ടു മച്ച് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഡിഫിക്കൽട്ട് ക്രിയേറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. സോ ദെൻ നോട്ട് എവ്രി വൺ ഹാസ് ഈക്വൽ ആക്സസ് ടു ടെക്നോളജി ആൻഡ് ദ ഇൻ്റർനെറ്റ്. സോ അവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നില്ല, ഈ ഒരു ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആവണമെന്നില്ല, ടെക്നോളജി ആക്സസിബിൾ ആവണമെന്നില്ല എന്നുള്ളത്. So the next question is, discuss the magic bullet theory and the two-step flow of communication as contrasting models of media influence. So എന്താണ് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറയുന്നത്? സോ മാജിക് ബുള്ളറ്റ് തിയറി, ദിസ് തിയറി says that media message directly affect people. സോ ഇപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് എന്താണ്, മീഡിയ മെസ്സേജസ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, ആളുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് അസ്യൂംസ് ദ ഓഡിയൻസ് ഈസ് പാസീവ് ആൻഡ് അക്സെപ്റ്റ് വാട്ട് എവർ ദ മീഡിയ സേസ്. സോ ഇവിടെ മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണോ മീഡിയ പറയുന്നത് അത് പാസീവായിട്ട് എന്ത് ചെയ്യുന്നു, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. വാട്ട് എവർ ദ മീഡിയ സേസ് ദ ഓഡിയൻസ് accept it എന്നുള്ളതാണ്. ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസ് ഈസ് സീസ് ആസ് ഇമ്മീഡിയറ്റ് ആൻഡ് പവർഫുൾ ലൈക്ക് എ ബുള്ളറ്റ് ഹിറ്റിംഗ് എ ടാർഗറ്റ്. സോ ഒരു ബുള്ളറ്റ് എങ്ങനെയാണോ അതിൻ്റെ ടാർഗറ്റ് പോയിന്റിൽ ഹിറ്റ് ചെയ്യുന്നത് അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഒരു മീഡിയ എന്ത് ചെയ്യുന്നത്, ആളുകളിൽ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്, ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ പീപ്പിൾ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി അത് ബിലീവ് ചെയ്യുകയും അത് ബൈ ചെയ്യുകയും ചെയ്യും. ബട്ട് people do not always believe everything they see or hear. Audience think, analyze and react differently to media message. പക്ഷേ ഇതിനൊരു ക്രിറ്റിസിസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്നില്ല, പീപ്പിൾ അല്ലെങ്കിൽ ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ എന്ത് ചെയ്യണമെന്നില്ല, വിശ്വസിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മാജിക് ബുള്ളറ്റ് തിയറിക്കെതിരെ വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ് അത്. ആളുകൾ എന്ത് ചെയ്യില്ല, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്നില്ല, വിശ്വസിക്കണമെന്ന് ഇല്ല എന്നുള്ളതാണ്. അവരതിനെ അനലൈസ് ചെയ്യുകയും അതിനെതിരെ റിയാക്ട് ചെയ്യുകയും ആൻഡ് ഡിഫറെൻറ്റ് മീഡിയ മെസ്സേജസിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് two-step flow of communication ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ദിസ് തിയറി സേസ് മീഡിയ ഇൻഫ്ലുവൻസ് ഈസ് ഇൻഡയറക്റ്റ്. അപ്പോൾ മാജിക് ബുള്ളറ്റ് തിയറി പറഞ്ഞത് മീഡിയ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ two-step flow തിയറി പറയുന്നത് മീഡിയ നമ്മളെ ഇൻഡയറക്റ്റ്ലി ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇൻഫോർമേഷൻ ഫേസ്റ്റ് റീച്ചസ് ഒപ്പീനിയൻ ലീഡേഴ്സ്. അപ്പോൾ ഇൻഫോർമേഷൻ ആദ്യം എത്തുന്നത് ഒപ്പീനിയൻ ലീഡേഴ്സിനാണ്, അതായത് ഇൻഫ്ലുവൻസേഴ്സ്, ടീച്ചേഴ്സ്,
ദെൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഇവരൊക്കെ ഈ ഒപ്പീനിയൻ ലീഡേഴ്സ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ആ മെസ്സേജ് പിന്നീട് എന്ത് ചെയ്യുന്നു, വ്യൂവേഴ്സിലോട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് പീപ്പിൾ ആർ ഓഫൺ ഇൻഫ്ലുവൻസ് മോർ ബൈ ദീസ് ട്രസ്റ്റഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ടും വിശ്വസിച്ചിരിക്കുന്നത് ആരെയാണ്, ഈ ഒരു ഒപ്പീനിയൻ ലീഡേഴ്സിനെയാണ് അവർ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ട്, ഒരു ന്യൂ ഗവൺമെൻറ് പോളിസീനെ കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട്, അത് ഫസ്റ്റ് മനസ്സിലാക്കുന്നത് കമ്മ്യൂണിറ്റി ലീഡേഴ്സാണ്. ദെൻ അവരത് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇൻ ടു ദ ലോക്കൽ പീപ്പിളിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫ്ലുവൻസ് ദെയർ ഒപ്പീനിയൻസ്. സോ അവരുടെ ഒപ്പീനിയൻസിനെ അതെന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു തിയറീസ്, മാജിക് ബുള്ളറ്റ് തിയറിയും 2-step ഫ്ലോ തിയറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, മീഡിയ ഇൻഫ്ലുവൻസ് ഒപ്പീനിയൻ ലീഡേഴ്സ് ഫസ്റ്റ്, അല്ലേ? ഇപ്പോൾ മാജിക് ബുള്ളറ്റ് തിയറി പറഞ്ഞത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, നമ്മളെ ഒരു മീഡിയ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പക്ഷെ 2-step ഫ്ലോ പറയുന്നത് ഇൻഡയറക്റ്റ്ലി ആണ് മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വരുന്നത് അനലൈസ് മെൽവിൻ ഡിഫ്ലൂ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്. സോ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ ഡു നോട്ട് റിയാക്ട് ടു മീഡിയ മെസ്സേജ് ഇൻ ദ സെയിം വേ. സോ ആളുകൾ ഒരേപോലെയല്ല മീഡിയ മെസ്സേജിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിയറി പറയുന്നത്, അല്ലേ? ഓരോ വ്യക്തിയും ഓരോ മീഡിയ മെസ്സേജും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസിനും ബിലീവ്സിനും എഡ്യൂക്കേഷണൽ വാല്യൂസ് ഇൻട്രസ്റ്റിനെയൊക്കെ വെച്ചുകൊണ്ടാണ് അവരതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലേ? ദെൻ ദ മെയിൻ ഐഡിയ, ദ സെയിം TV program, news report or advertisement can have different effects on different people because everyone is unique. സോ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു TV പ്രോഗ്രാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പലരും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ്, അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ 2 പേരെ അഫക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. സോ ഇമാജിൻ 2 people വാച്ചിങ് ദ സെയിം പൊളിറ്റിക്കൽ ഡിബേറ്റ്. സോ 2 ആളുകൾ ഒരേ സെയിം പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, 1 person may find it convincing and support the candidate. സോ ഒരാൾക്ക് അത് കൺവിൻസിങ് ആയിട്ടും അയാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് തോന്നും. പക്ഷേ മറ്റൊരാൾ എന്ത് ചെയ്തേക്കാം, അതിനെ ഡിസഗ്രി ചെയ്തേക്കാം, അല്ലേ? ആ ഒരു മെസ്സേജിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതെന്തുകൊണ്ടാണ്, നമ്മുടെ എല്ലാവരുടെയും ബിലീവ്സും വാല്യൂസും നമ്മുടെ എല്ലാം ഒപ്പീനിയൻസും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവുന്നത്. Then impact on communication studies of this theory changed communication research by rejecting the idea of powerful uniform media effects on all audience. സോ ഇനി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസിൻ്റെ ഇമ്പാക്ട്സ് എന്താണെന്നാണ് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ റിസർച്ചിൽ ഈ ഒരു തിയറി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റിജക്റ്റിംഗ് ദ ഐഡിയ ഓഫ് പവർഫുൾ യൂണിഫോം മീഡിയ എഫക്റ്റ് ഓൺ ഓൾ ഓഡിയൻസ്, അല്ലേ? അതായത് പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഐഡിയാസ് എന്ത് ചെയ്യാം, റിജക്റ്റിംഗ് ദ ഐഡിയ ഓഫ് പവർഫുൾ, അല്ലേ? ആൻഡ് അതോടൊപ്പം തന്നെ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, മീഡിയ ഒരേപോലെയാണ് ഓരോരുത്തരെ അല്ലെങ്കിൽ ഒരുപോലെയാണ് ഓഡിയൻസിനെ എഫക്റ്റ് ചെയ്യുന്നതിനെ എന്നുള്ളത് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. സോ ദ ഐഡിയ ഓഫ് പവർഫുൾ, അതായത് പവർഫുൾ ആയിട്ട് ഉള്ള ആളുകൾ പറയുന്ന കാര്യം എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യുമല്ലോ. സോ അത് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിയൻസിലെ എല്ലാം ഒരുപോലെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് റിജക്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ എന്താണ്, ഷോയിങ് ദാറ്റ് ഓഡിയൻസ് ആർ ആക്റ്റീവ്. സോ ഓഡിയൻസ് എന്താണ്, ആക്റ്റീവാണ്, അവർ പാസീവ് അല്ല. ആൻഡ് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ചേഴ്സിനെ എൻഗേജ് ചെയ്യുന്നു, അല്ലേ? എൻഗേജിങ് റിസർച്ചേഴ്സ് ടു സ്റ്റഡി ഫാക്ടേഴ്സ് സച്ച് ആസ് ഏജ്, എഡ്യൂക്കേഷൻ, കൾച്ചർ, ബിലീഫ് ആൻഡ് പേഴ്സണാലിറ്റി വെൻ അനലൈസിങ് മീഡിയ എഫക്ട്സ്. സോ ഒരു മീഡിയയുടെ എഫക്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, റിസർച്ചേഴ്സ് എന്ത് ചെയ്യണം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ എഡ്യൂക്കേഷൻ, കൾച്ചർ, ബിലീവ്സ്, ഏജ്, ഇതെല്ലാം എന്ത് ചെയ്യണം, ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ്. നെക്സ്റ്റ്
helping explain why media message can produce different response among different group of people. സോ അത് മാത്രമല്ല ഈ ഒരു തിയറി എന്തിന് ഹെൽപ്പ് ചെയ്തു, എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് ഓഡിയൻസിൽ ഒരു കാര്യം തന്നെ ഡിഫറെൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇത് ഡിഫറെൻ്റ് ആയിട്ട് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. Then the next question is, discuss agenda setting theory and the spiral of silence as sociological framework for public opinion. So agenda setting theory എന്ന് പറയുന്നത് എന്താണ്? This theory state that the media may not tell people what to think. സോ ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയ മേ നോട്ട് ടെൽ പീപ്പിൾ വാട്ട് ടു തിങ്ക് ബട്ട് ഇറ്റ്സ് വെരി സക്സസ്ഫുൾ ഇൻ ടെല്ലിങ് പീപ്പിൾ വാട്ട് ടു തിങ്ക് എബൌട്ട്. സോ ഇവിടെ പറയുന്നത് മീഡിയ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാട്ട് ടു തിങ്ക് മേ നോട്ട് ടെൽ, ഒരു പക്ഷേ പറയില്ലായിരിക്കാം, വാട്ട് ടു തിങ്ക് ആരോട്, ടു ദ people, അല്ലേ? When newspaper, television or social media repeatedly focus on certain issues, people begin to see those issues as important. So ഡയറക്റ്റ്ലി അവർ നമ്മളോട് പറയണമെന്നില്ല, പക്ഷേ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ടെലിവിഷനോ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം സെർട്ടൈൻ ചെയ്തുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള തിങ്സിലോട്ട് പോകും, അല്ലേ? ആൻഡ് മീഡിയ ഹൈലൈറ്റ് സ്പെസിഫിക് ടോപ്പിക്സ്, പീപ്പിൾ പേ മോർ അറ്റൻഷൻ ടു ദോസ് ടോപ്പിക്സ്, അല്ലേ? സോ മീഡിയ പല ടോപ്പിക്സുകളും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, അതിലോട്ടായിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ പോകുന്നത്. ദെൻ പബ്ലിക് ഡിസ്കഷൻ and political discussion are influenced by this focus. So example പറയുകയാണെങ്കിൽ, if the media continuously reports on employment, people may consider the country's most important problem. സോ ഇപ്പോൾ ഒരു മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, നമ്മുടെ കൺട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, അൺഎംപ്ലോയ്മെൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. Then spiral of silence theory ആണ് നെക്സ്റ്റ് വരുന്നത്. So this theory explains that people often hesitate to express opinion that they believe are in the minority because they fear criticism, rejection or social isolation. So spiral of silence എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും എന്ത് ചെയ്യാറില്ല, ആളുകൾ അവരുടെ ഒപ്പീനിയൻസ് പ്രസൻറ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാത്തത്? കാരണം അവരുടെ ഉള്ളിലൊരു ഫിയർ ഉണ്ട്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ്, ക്രിറ്റിസിസം നേരിടേണ്ടി വരുമോ എന്നുള്ള ഒരു ഫിയർ ഉണ്ട്, അല്ലേ? ബിക്കോസ് ദേ ഫിയർ ക്രിറ്റിസിസം ആൻഡ് റിജക്ഷൻ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ, അല്ലേ? അവരെന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഐസൊലേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഐസൊലേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻസ് പ്രസൻറ്റ് ചെയ്യാത്തത്, അല്ലേ? സോ പീപ്പിൾ ഒബ്സർവ് ദ ഡോമിനൻറ്റ് ഒപ്പീനിയൻ അറൗണ്ട് ദം. സോ അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് ചുറ്റുമുള്ള ആളുകൾ എന്താണ് കൂടുതലായിട്ടും മെജോറിറ്റി എന്ത് ഒപ്പീനിയനാണ് വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കും. ഇഫ് ദെയർ വ്യൂ സീം അൺപോപ്പുലർ ദേ സ്റ്റേ സൈലൻറ്റ്. സോ അവരിങ്ങനെ നോക്കുമ്പോൾ, ചുറ്റും നോക്കുമ്പോൾ എല്ലാവർക്കും മെജോറിറ്റി ഒരു അഭിപ്രായമാണ് വന്നിട്ടുള്ളതെങ്കിൽ തനിക്ക് വേറൊരു അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവർ സൈലൻ്റ് ആയിരിക്കും, ഇവരത് പറയില്ല. ആൻഡ് ദ മെജോറിറ്റി ഒപ്പീനിയൻസ് അപ്പിയേഴ്സ് ഈവൻ സ്ട്രോങ്ങർ, കോസിങ് മോർ പീപ്പിൾ ടു റിമൈൻ സൈലൻറ്റ്. സോ ഇങ്ങനെ മെജോറിറ്റി ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുമ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുകയാണ്, അവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എ സ്റ്റുഡൻറ്റ് മേ അവോയ്ഡ് ഷെയറിങ് എ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഇൻ ക്ലാസ് ഇഫ് എവ്രി വൺ എൽസ് സീംസ് ടു സപ്പോർട്ട് ദ ഓപ്പോസിറ്റ് വ്യൂസ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പൊളിറ്റിക്കൽ വ്യൂ പറയണം എന്നുണ്ടായിരിക്കും, പക്ഷേ എല്ലാവരും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വ്യൂ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യില്ല, തൻ്റെ വ്യൂസ് പറയില്ല എന്നുള്ളതാണ്. Then moving on to the next question, that is discuss the two-step flow of communication and its impact on understanding public opinion. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു this two-step flow communication എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അല്ലേ? As the theory was developed by Paul Lazarsfeld and Elihu Katz in 1940s. 1940s ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഇത്
ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒന്ന്, മാസ് മീഡിയ, ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ എക്സെട്ര, ആൻഡ് റീച്ചേഴ്സ് ഒപ്പീനിയൻ ലീഡേഴ്സ്. സോ അതെന്ത് ചെയ്യുന്നു? ഒപ്പീനിയൻ ലീഡേഴ്സിലോട്ട് ഇൻഫോർമേഷൻ എത്തുന്നു. ആൻഡ് പീപ്പിൾ ഹു ആർ മോർ എക്സ്പോസ്ഡ് ടു മീഡിയ ആൻഡ് വെൽ ഇൻഫോംഡ് അബൌട്ട് കറൻറ്റ് ഇഷ്യൂസ്. സോ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ വളരെയധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. മീഡിയയിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വെൽ ഇൻഫോംഡ് അബൌട്ട് കറൻറ്റ് ഇഷ്യൂസിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്ന ആളുകളായിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോ ദിസ് ഒപ്പീനിയൻ ലീഡേഴ്സ് ഇൻ്റർപ്രറ്റ്, ഫിൽട്ടർ ആൻഡ് ഡിസ്കസ് ദ ഇൻഫോർമേഷൻ. സോ ഈ ഒരു ഒപ്പീനിയൻ ലീഡേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഫോർമേഷനെ ഫിൽട്ടർ ചെയ്യുകയും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ദെൻ എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഓഡിയൻസിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. വിത്ത് others in their social circle and influencing their opinion and decision. Example, when a government launches a new policy, people may not learn about it directly from the media. Instead, they often rely on teachers, community leaders, religious leaders, celebrities, social media influencers, or friends who explain and interpret the information. These individuals act as opinion leaders. So opinion leaders എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ പോളിസി വരികയാണെന്ന് വിചാരിക്കുക. സോ അത് നമ്മൾ എന്ത് ചെയ്യണം എന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മളത് മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? ഈ ഒരു ഒപ്പീനിയൻ ലീഡേഴ്സിലൂടെയാണ്. ചിലപ്പോൾ വല്ല റിലീജിയസ് ലീഡേഴ്സിലൂടെയോ കമ്മ്യൂണിറ്റി ലീഡേഴ്സിലൂടെയോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലൂടെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. Then the impact of understanding public opinion. So the theory significantly changed the understanding of how public opinion is formed. So ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ emphasized interpersonal communication. Then public opinion is shaped not only by media but also by discussions among people. സോ പബ്ലിക് ഒപ്പീനിയനെ മീഡിയാസ് മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു ഡിസ്കഷൻസിൽ ഏർപ്പെടുകയാണെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ഒപ്പീനിയൻ ലീഡേഴ്സ്. സോ ഒപ്പീനിയൻ ലീഡേഴ്സിൻ്റെ റോള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? That is, certain individuals have greater influence because they are trusted and respected. ചില ആളുകൾക്ക് എന്താണ്? certain ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും, കാരണം അവർ സൊസൈറ്റിയിൽ ട്രസ്റ്റഡ് ആണ്, റെസ്പെക്റ്റഡ് ആയതുകൊണ്ടാണ്. ആൻഡ് ഷോഡ് ദാറ്റ് ഓഡിയൻസ് ആർ ആക്റ്റീവ്. സോ ഓഡിയൻസ് എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും. പീപ്പിൾ ഡു നോട്ട് പാസീവ്ലി അക്സെപ്റ്റ് മീഡിയ മെസ്സേജ് അല്ലേ? ആളുകൾ എന്തല്ല പാസീവ്ലി മീഡിയ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? അത് ക്രിയേറ്റ് ചെയ്യുന്നത്. The next question is, contrast the authoritarian theory of the press with the libertarian theory. So authoritarian theory versus libertarian theory ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അഥോറിറ്റേറിയൻ തിയറി പറയുന്നത് എന്താണ്? മീഡിയ ഷുഡ് ബി കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ഓർ റൂളിംഗ് അതോറിറ്റീസ്. സോ അഥോറിറ്റേറിയൻ തിയറി എന്താണ് പറയുന്നത്? മീഡിയ എന്ത് ചെയ്യിക്കണം? ഒന്നെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ റൂളിംഗ് അതോറിറ്റീസ് മീഡിയാസിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് എന്ത് ചെയ്യുന്നത്? അഥോറിറ്റേറിയൻ തിയറിയിൽ പറയുന്നത്. Then the press is expected to support government policies and avoid criticizing those in power. So അവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്? That press is expected to support whom? The government system, and avoid the criticizing of those in power. So the main goal is to maintain order and stability in society. So ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ഈ ഒരു അഥോറിറ്റേറിയൻ തിയറി എന്തല്ല?
ഇറ്റ് വാസ് നോട്ട് ബെനഫിറ്റ് ഫോർ ദ സൊസൈറ്റി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിബർട്ടേറിയൻ തിയറിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലിബർട്ടേറിയൻ തിയറി എന്ന് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലിബർട്ടേറിയൻ തിയറി എന്ന് പറയുന്നത്. ആൻഡ് സേസ് ദാറ്റ് ദ മീഡിയ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ഗവൺമെൻറ്. സോ ഗവൺമെൻറ്റിൽ നിന്നും മീഡിയ എന്തായിരിക്കണം, കംപ്ലീറ്റ്ലി എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. ആൻഡ് പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻസ് ഫ്രീലി. സോ ഫ്രീ ആയിട്ട് ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ ഒപ്പീനിയൻസ് പ്രസൻറ്റ് ചെയ്യണം. അതോടൊപ്പം എന്താണ്, പ്രസ് ഷുഡ് ബി അലൗഡ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. പ്രസൻ്റ് ആയിരിക്കണം, ഫ്രീ ആയിരിക്കണം, അതോടൊപ്പം ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും കൂടെ വേണം എന്നുള്ളതാണ്. The next question is, compare the different technologies used in radio transmission from AM to modern digital broadcasting. So AM, that is amplitude modulation. So amplitude modulation was the first widely used radio transmission technology. So വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വർക്ക്സ് ബൈ ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു റേഡിയോയുടെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് റേഡിയോ വേവ്സിൻ്റെ കേട്ടോ, ടു ക്യാരി സൗണ്ട്സ്, എന്തിനു വേണ്ടിയിട്ടാണ്, സൗണ്ട്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ബട്ട് ഇറ്റ് ഈസിലി അഫക്റ്റഡ് ബൈ നോയ്സ് ആൻഡ് ഇൻ്റർഫിയറൻസ്. സൗണ്ട് ക്വാളിറ്റി ഈസ് റിലേറ്റീവ്ലി ലോ. പക്ഷേ ഇതെന്ത് ചെയ്യാണ്, ഇത് വളരെ ലോങ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിലോട്ട് ട്രാവൽ ചെയ്യും. പക്ഷേ നോയ്സുകൾ ഇതിനെ അഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് വരാൻ എന്താണ്, വളരെയധികം ഈസിയാണ്. അതായത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമെങ്കിൽ പോലും മറ്റുള്ള നോയ്സസുകൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സൗണ്ട് ക്വാളിറ്റിയും റിലേറ്റീവ്ലി എന്തായിരിക്കും, ലോ ആയിരിക്കും. നെക്സ്റ്റ് FM ആണ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സോ ഫ്രീക്വൻസി മോഡുലേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1930s ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓവർ AM. സോ AMനെ ഇംപ്രൂവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് FM എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ബൈ ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയോ വേവ്സ്. സോ റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദ സ്ട്രെങ്ത്. ദെൻ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻ്റർഫിയറൻസ് ഉണ്ടായിരിക്കില്ല. ആൻഡ് ദിസ് വാസ് പോപ്പുലർ ഫോർ മ്യൂസിക് ബ്രോഡ്കാസ്റ്റിംഗ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹയർ ഓഡിയോ ക്വാളിറ്റി. നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്, അതുകൊണ്ട് തന്നെ മ്യൂസിക് ബ്രോഡ്കാസ്റ്റിങ്ങിനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ദെൻ ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, ദാറ്റ് യൂസസ് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. അനലോഗ് സിഗ്നൽസിനേക്കാളും ഡിജിറ്റൽ സിഗ്നൽസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആൻഡ് ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ആണ്, അതുപോലെ തന്നെ മോർ ചാനൽസുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അഡീഷണലി എന്താണ്, ഇൻഫോർമേഷൻസ്, അതായത് സോങ്, ടൈറ്റിൽ, ന്യൂസ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് കിട്ടും. ആൻഡ് മോർ എഫിഷ്യൻറ്റ് ഇൻ യൂസിങ് റേഡിയോ സ്പെക്ട്രം ദാൻ AM ആൻഡ് FM. സോ AMഉം FMഉം യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ്, ഇൻ്റർനെറ്റ് റേഡിയോ ഡെലിവേഴ്സ് റേഡിയോ കണ്ടൻറ്റ് ത്രൂ ദ ഇൻ്റർനെറ്റ്. സോ ഇൻ്റർനെറ്റ് റേഡിയോ ഉണ്ട്, ഇപ്പോൾ നമുക്ക് എന്താണ്, റേഡിയോസ് എല്ലാം എന്താണ്, ഇൻ്റർനെറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലേ. സോ അതെന്ത് ചെയ്യാണ്, നമുക്ക് ഇൻ്റർനെറ്റ് ട്രഡീഷണൽ റേഡിയോനപ്പുറത്തേക്ക് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ എന്ത് ചെയ്യാം, അത് കേൾക്കാം എന്നുള്ളതാണ് അല്ലേ. ആൻഡ് ലൈവ് സ്ട്രീമിങ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്, എവിടെ നിന്നുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലിസൺ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓഫേഴ്സ് എ വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റേഷൻസ് ആൻഡ് പേഴ്സണലൈസ്ഡ് ലിസണിങ് എക്സ്പീരിയൻസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വൈഡ് വെറൈറ്റി ഓഫ് ചാനൽസ് അല്ലെങ്കിൽ സ്റ്റേഷൻസ്, പല സ്റ്റേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം എന്നുള്ളതാണ്. ദെൻ ട്രേസ് ദ ടെക്നോളജിക്കൽ എവല്യൂഷൻ ഓഫ് ടെലിവിഷൻ ഫ്രം ഇലക്ട്രോണിക് സിസ്റ്റം ടു ഇൻ്റർനെറ്റ് ബേസ്ഡ് ട്രാൻസ്മിഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഇലക്ട്രോണിക് ടെലിവിഷൻ ബിഗാൻ ചെയ്യുന്നത് 1920 ഇലക്ട്രോണിക് ടെലിവിഷൻസുകൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. വിത്ത് ഫിലോ ഫ്രാൻസ്വർത്ത് credited for the first fully electronic system. Then RCA later introduced
color television and transmission each grew through terrestrial radio waves and antennas. പിന്നീട് RCA എന്ത് ചെയ്യാണ്, കളർ ടെലിവിഷൻസുകൾ കൊണ്ടുവന്നു. ആൻഡ് മേജർ ബ്രേക്ക് ത്രൂ ഒക്കേർഡ് ഇൻ ദ 1980s പിന്നീട് ഒരു മാറ്റം കൊണ്ടുവരുന്നത്. ദാറ്റ് ഇസ് എന്താണ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സുകൾ കൊണ്ടുവന്നു. അതായത് സാറ്റലൈറ്റ് ടെലിവിഷൻസുകൾ വന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 21st സെഞ്ച്വറി ആയപ്പോഴേക്കും സോ എ ട്രാൻസിഷൻ ഫ്രം അനലോഗ് ടു ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് വന്നു. ദെൻ അലോങ് സൈഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ IPTV എന്ത് ചെയ്തു, അതായത് ലൈവ് സ്ട്രീമിങ്ങും ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദീസ് ടെക്നോളജീസ് റെവല്യൂഷനൈസ്ഡ് വ്യൂവിംഗ് ഹാബിറ്റ്സ് ബൈ അലോവിങ് റിയൽ ടൈം ബ്രോഡ്കാസ്റ്റിംഗ് ഓവർ ദ ഇൻ്റർനെറ്റ്. സോ ഇപ്പോൾ ഇതെല്ലാം വന്നതോടുകൂടി കുറച്ചും കൂടെ ലൈവായിട്ടുള്ള പെർഫോമൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, കാണാൻ സാധിച്ചു എന്നുള്ളത്. Then the next question is, analyze the social impact of the internet and mobile technology ആണ് നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. So the internet has revolutionized education, e-commerce and information access, particularly intensifying during the COVID-19 pandemic. സോ നമുക്ക് ഇൻ്റർനെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നമുക്ക് ഫെസിലിറ്റീസ് തരുന്നുണ്ട് അല്ലേ. ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്, എഡ്യൂക്കേഷൻ, കൊമേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇൻഫോർമേഷൻ ആക്സസ്, പെർട്ടിക്കുലർലി നമുക്ക് COVID-19 സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു പാൻഡമിക്കിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടിരുന്നു. ദെൻ മൊബൈൽ ഫോൺ ടെക്നോളജി, സ്പെസിഫിക്കലി സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, പ്രൈമറി സോഴ്സ് ഫോർ ന്യൂസ്, അത് നമുക്ക് ഈ സ്മാർട്ട് ഫോൺസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂസ് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ന്യൂസ് കാണാനായിട്ടുള്ള ഒരു പ്രൈമറി സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. എൻ്റർടൈൻമെൻറ്റ്, ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് അഡ്വാൻസ്മെൻറ്റ് ഹാവ് ബ്രിഡ്ജ് ജിയോഗ്രഫിക്കൽ ഗ്യാപ്സ് ആൻഡ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. സോ നമുക്ക് ലോങ് ഡിസ്റ്റൻസിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഹൗവർ വൈൽ പ്രൊമോട്ടിംഗ് കണക്ടിവിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ദേ ഓൾസോ pose challenges such as negative environmental impacts from hardware production and the rapid spread of misinformation across ഡിജിറ്റൽ നെറ്റ്വർക്ക്സ്. സോ ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് റാപ്പിഡ്ലി വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫോൾസ് ഇൻഫോർമേഷൻസ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. Then the next question is, distinguish between persuasion and propaganda regarding their goals and techniques. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ദാറ്റ് ഈസ്, എന്താണ് പെർസുവേഷൻ ആൻഡ് പ്രൊപ്പഗണ്ട എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ് പെർസുവേഷൻ ആൻഡ് പ്രൊപ്പഗണ്ട? ദീസ് ബോത്ത് ട്രൈ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾസ് തോട്ട്സ് ബട്ട് ദേ ഡിഫർ ഇൻ ദെയർ ഗോൾസ് ആൻഡ് മെത്തേഡ്സ്. സോ രണ്ടും എന്താണ്, ആളുകളുടെ തോട്ട്സിനെയും അതുപോലെ തന്നെ എന്താണ് പീപ്പിളുടെ തോട്ട്സിനെയും അതുപോലെ തന്നെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസും മെത്തേഡ്സും ആണ് ഇതിനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെർസുവേഷൻ ആണ്. പെർസുവേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കൺവിൻസിങ് പീപ്പിൾ ത്രൂ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ്, ഫാക്ട്സ്, എവിഡൻസ് ആൻഡ് ഫെയർ ഇമോഷണൽ അപ്പീൽസ്. സോ പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺവിൻസിങ് പീപ്പിൾ അല്ലേ, ആളുകളെ എന്ത് ചെയ്യുക, കൺവിൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർസുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. എന്തിലൂടെയാ, ആർഗ്യുമെൻറ്റ്സിലൂടെ, ഫാക്ട്സിലൂടെ, എവിഡൻസസിലൂടെ, ഇമോഷണൽ അപ്പീൽസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകളെ പെർസ്യൂഡ് ചെയ്യിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർസുവേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഓപ്പൺലി ആൻഡ് അലോ ദ ഓഡിയൻസ് ടു മേക്ക് ദെയർ ഓൺ ഡെസിഷൻ. സോ ഇതെന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് ഓപ്പൺലി പ്രൊഡ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഓപ്പൺലി ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആളുകളുടെ ഓഡിയൻസിൻ്റെ ഡെസിഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ ഡെലിബറേറ്റ് സ്പ്രെഡ് ഓഫ് ബയാസ്ഡ് ഓർ
മിസ്ലീഡിങ് ഇൻഫോർമേഷൻ. സോ പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക, ബയാസ്ഡ് ആയിട്ടുള്ള മിസ്ലീഡിങ് ഇൻഫോർമേഷൻസ് നമ്മളെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഓർ ഐഡിയോളജിക്കൽ കോസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മിസ്ലീഡിങ് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് പ്രൊപ്പഗൻഡ. നമ്മൾ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഇമോഷൻസിനെയും, അതായത് നമ്മുടെ ഫിയർ, ആങ്കർ, പ്രൈഡ്, ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് may present only one side of an issue while hiding opposing viewpoints. ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസിനെ കുറിച്ചാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു വൺ സൈഡ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അതർ സൈഡ് എന്ത് ചെയ്യുന്നില്ല, പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇൻ ഷോർട്ട്, പെർsuasion aims to convince through reason and informed choice, whereas propaganda aims to influence or control opinion through selective and often biased information. അല്ലേ? അപ്പോൾ പെർsuasion എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ്, അതായത് ഫാക്റ്റിലൂടെ നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പക്ഷേ പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ എന്ത് ചെയ്യുകയാണ്, മിസ്ലീഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒപ്പീനിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നമ്മളെ കൺട്രോൾ ചെയ്യിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ബയാസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിലൂടെ ചെയ്യുന്നത്. So the next question is, explain the concept of mediation and the triangle of mediation. So mediation എന്ന് പറയുന്നത് എന്താണ്, is the process through which media influence how we understand interpret reality. So mediation എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ മീഡിയ എങ്ങനെയാണ്, ത്രൂ വിച്ച് മീഡിയ ഇൻഫ്ലുവൻസ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ഇൻ്റർപ്രറ്റ് റിയാലിറ്റി. മീഡിയ എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് റിയാലിറ്റി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. And we rarely experience most events directly. Instead, we learn about them through newspapers, televisions, radio, social media, film and other media channels. ചില കാര്യങ്ങൾ മാത്രമാണ്, റെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലതും നമ്മൾ ഡിറക്റ്റ്ലി എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ എന്താണ്, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, റേഡിയോ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അല്ലേ? സോ ദിസ് മീഡിയ സോഴ്സ് സെലക്ട്, എഡിറ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻഫോർമേഷൻ, thereby shaping our perception of the world. സോ ഈ മീഡിയ സോഴ്സസുകളെല്ലാം എന്താണ് ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള നേച്ചറിൽ അവരെന്ത് ചെയ്യുകയാണ്, അതിനെ സെലക്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും അതിനെ ഇൻഫോർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ദെൻ ട്രയാങ്കിൾ ഓഫ് മീഡിയേഷൻ, ദാറ്റ് ഈസ് the triangle of mediation explains that our understanding of reality is formed through the interaction of three elements. സോ നമ്മൾ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ദ റിയൽ വേൾഡ്, ദാറ്റ് മീൻസ് ദ ആക്ച്വൽ ഈവൻറ്റ്സ്, പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് എക്സിസ്റ്റ് എറൗണ്ട് അസ്. അല്ലേ? അതായത് നമുക്ക് ചുറ്റുമുള്ള ഈവൻറ്റ്സ്, പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ദ ഇൻഡിവിജ്വൽ, that is our personal experience, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, മെമ്മറീസ്, ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. സോ ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റിയാലിറ്റി അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ദ മീഡിയ ആണ് നെക്സ്റ്റ് വരുന്നത്. ദ ചാനൽസ് ദാറ്റ് collect, select, edit and present information about the world. Then media organization decide what information to highlight and how to frame it. അല്ലേ? മീഡിയ ആണ് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹൈഡ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. Then how it works. We do not usually experience the world directly. So actually നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂഷ്വലി നമ്മൾ ഡയറക്റ്റ്ലി വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. മീഡിയ ആക്ട്സ് ആൻഡ് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ റിയൽ വേൾഡ് ആൻഡ് അവർസെൽസ്. സോ നമ്മളെയും റിയൽ വേൾഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറി സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്, മീഡിയ എന്ന് പറയുന്നത്. ദെൻ അവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ബിലീഫ് affect how we interpret media message. സോ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ബിലീഫും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഒരു മീഡിയ മെസ്സേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. സോ ആസ് എ റിസൾട്ട് അവർ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ഈസ് ക്രെഡിറ്റഡ് ത്രൂ ദ ഇൻ്ററാക്ഷൻ ഓഫ് ദ വേൾഡ് ആൻഡ്
the media and the individual. So അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? So interaction with the world and the media and the individual. So example, if a natural disaster occurs in another country, most people learn about it through news report and social media rather than witnessing it themselves. So ഇപ്പോൾ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? ന്യൂസ് റിപ്പോർട്ടിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ആൻഡ് ദ വേ ദ മീഡിയ പ്രസൻറ്റ്സ് ദ ഇവൻറ്റ് combined with each person's prior knowledge and experience shapes their understanding of the disaster. So എങ്ങനെയാണ് മീഡിയ ആ ഒരു ന്യൂസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഡിസാസ്റ്ററിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നേരിട്ട് വിറ്റ്നസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മീഡിയ എങ്ങനെയാണോ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, വളരെ നന്നായിട്ട് ഇതെല്ലാം പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഓപ്ഷൻസിനനുസരിച്ച്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.